എല്ലാ അപരാധങ്ങളും അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആരോഗ്യ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ ഇഖ്ലാസ് തൗഹീദിന്റെ പ്രഖ്യാപനം എന്നൊരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും പവിത്രമായ സൂറകളിലൊന്ന്. 4 ആയത്തുകളാണുള്ളതെങ്കിലും ഒരാശയ പ്രപഞ്ചം തന്നെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. 4 ആയത്തുകളാണ് അതിലുള്ളത്. മക്കയിൽ അവതരിച്ചതാണ്. അല്ലാഹു ആരാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടിയായി അല്ലാഹു പറഞ്ഞു കൊടുത്തതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ 4 ആയത്തുകൾ ആരാണ് അല്ലാഹു എന്നതിനെ കുറിച്ചും റബ്ബിന്റെ ഔസാഫുകൾ എന്തായിരിക്കണം എന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായ ഒരു വിശദീകരണമാണ് അല്ലാഹു നൽകുന്നത്. വിശുദ്ധമായ ഖുർആനിനെ നമ്മൾ എടുത്താൽ പ്രധാനമായും അതിൽ 3 കാര്യങ്ങളാണുള്ളത്. വിശുദ്ധമായ ഖുർആനിനെ നമ്മൾ എടുത്താൽ 3 കാര്യങ്ങളാണ് ഖുർആനിലുള്ളത്. ഒന്ന്, അൽ അഹ്കാം, ഈ ഉമ്മത്തിന് അല്ലാഹു നിശ്ചയിച്ചു തരുന്ന വിധികൾ, വിധിവിലക്കുകൾ. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന വിധികളാണ് ഖുർആനിലൊന്ന്. 2, വിശുദ്ധമായ ഖുർആനിലുള്ളത് അൽ അഖ്ബാർ, മുൻകഴിഞ്ഞു പോയതും കടന്നുപോയതുമായ ലോകത്ത് സംഭവിച്ച സംഭവങ്ങൾ. മൂസാ നബിയുടെ സമുദായത്തിന്റെ കഥ, നൂഹ് നബിയുടെ സമൂഹത്തിന്റെ കഥ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനത്തിന്റെ കഥ, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, അങ്ങനെ പ്രവാചകന്മാരുടെ, മറിയം ബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം, അങ്ങനെ ഖളർ അലൈഹിസ്സലാമിന്റെ, ലുഖ്മാൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ വിശാലമായി ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന ചരിത്രങ്ങളുടെ ഒരു ലോകം. അപ്പൊ ഖുർആനിനെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഖുർആനിന്റെ മൊത്തം ആശയം 3 കാര്യങ്ങളാണ്. ഒന്നുകിൽ വിധിവിലക്കുകളായിരിക്കും, അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളും മുൻകഴിഞ്ഞു പോയ ഉമ്മത്തുകളുടെ ചരിത്രങ്ങളായിരിക്കും. മൂന്നാമത്തത് തൗഹീദ്, അല്ലാഹുവിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനങ്ങളായിരിക്കും. ഏകനായ അല്ലാഹു ഏകനാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്, അങ്ങനെ അല്ലാഹുവുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും. ഈ 3 കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം പരിപൂർണമായും ഉൾക്കൊണ്ടത് കൊണ്ടാണ് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 എന്ന് പറയപ്പെടാനുള്ള കാരണം. 2 കാരണങ്ങളാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആനായി, ഖുർആനിന്റെ 1/3 എന്ന് സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം, ഖുർആനിൽ മൊത്തം പരിധി എടുത്താൽ 3 കാര്യങ്ങളാണ് ഖുർആനിലുള്ളത്. 1 ഹുക്മുകളാണ്, 2 ഖബറുകളാണ്, 3 തൗഹീദാണ്. ഈ തൗഹീദ് എന്ന് പറയുന്ന 3ാമത്തെ ഭാഗം പരിപൂർണമായ അർത്ഥത്തിൽ, മനോഹരമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട സൂറയാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് തന്നെ സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ് എന്ന്. 2, മഹാനായ നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഖിറാഅതഹാ തഅദിലു സുലുസുൽ ഖുർആൻ. സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ഓതുന്നത് ഖുർആനിന്റെ 1/3 ഓതിയ പ്രതിഫലം ലഭിക്കും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് സുലുസുൽ ഖുർആൻ, സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 1/3 എന്ന് പറയുന്നത്. 2 ആണെങ്കിലും ആ സൂറത്തിന്റെ വലുപ്പത്തിലേക്കാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ആയത്തുകളിലേക്കൊന്ന്
കണ്ണോടിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബിയെ അങ്ങ് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യണം, അങ്ങ് പറയണം നബിയെ, അങ്ങ് പറയണം. ഖുൽ അങ്ങ് പറയണം. ഇത് പ്രഖ്യാപിക്കേണ്ട വിഷയമാണ്, ഇത് പറഞ്ഞു കൊടുക്കേണ്ട വിഷയമാണ്, ഇത് മറച്ചുവെക്കപ്പെടേണ്ട വിഷയം അല്ല. അങ്ങ് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, യാ അയ്യുഹൽ മുസമ്മിൽ. പ്രബോധനത്തിന്റെ ആദ്യ സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച പ്രയാസത്തിന്റെ എന്ന് പറഞ്ഞാൽ ജബലുന്നൂർ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ജിബ്രീലുമായി ആദ്യത്തെ കൂടിക്കാഴ്ച നടന്ന് ജിബ്രീലിനെ കണ്ട് ഭയപ്പെട്ട നിബിധങ്ങൾ വീട്ടിലേക്ക് ഓടി വന്ന് സമ്മിലൂനി ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടണം എന്ന് പറഞ്ഞ് പുതപ്പിട്ട് മൂടി കിടക്കുമ്പോൾ അങ്ങനെ കിടക്കാനുള്ള നേരമല്ല. യാ അയ്യുഹൽ മുസമ്മിൽ, എണീക്കും. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടി കിടക്കുന്ന നബിയെ, ഖും, അങ്ങ് എണീക്ക്. ഫഅൻദിർ, സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകി കൊടുക്കുകയും സമൂഹത്തെ ഉണർത്തുകയും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയും, ഫസ്ദഅ ബിമാ തുമർ, ഫസ്ദഅ ബിമാ തുമർ വഅരിദ അനിൽ ജാഹിലീൻ. അങ്ങയോട് കൽപ്പിക്കപ്പെടുന്ന കാര്യം നബിയെ അങ്ങ് പ്രഖ്യാപനം നടത്തുകയും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുൽ, അങ്ങ് പറയും നബിയെ, പറയും. ഖുൽ ഹുവ, അവൻ, ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഒരുവനാകുന്നു. അവൻ. എന്തുകൊണ്ട് അല്ലാഹുവിനെ അവൻ എന്ന് പ്രയോഗിച്ചു? എന്തേ അവൾ എന്ന് പ്രയോഗിച്ചുകൂടായിരുന്നു? അല്ലാഹു ആണാണോ? അല്ല. അല്ലാഹു പെണ്ണാണോ? അല്ല. പിന്നെന്തുകൊണ്ട് അല്ലാഹു അവൻ എന്ന് പ്രയോഗിച്ചു? ഖുൽ ഹുവല്ലാഹു അഹദ്, ഹുവ. ഖുൽ, നബി അങ്ങ് പറയുക, ഹുവ, അവൻ. ഭാഷയുടെ പരിമിതിയാണ് ഇവിടെ ബോധ്യപ്പെടുത്തപ്പെടേണ്ടത്. അറബി ലാംഗ്വേജ് ആവട്ടെ, ലോകത്തിലെ ഏത് ലാംഗ്വേജ് ആവട്ടെ, ജീവനുള്ള ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കാൻ അവൻ, അവൾ, ആൺലിംഗവും പെൺലിംഗവും സ്ത്രീലിംഗവും പുല്ലിംഗവും അല്ലാത്ത ഒരു പ്രയോഗം ഒരു ഭാഷയിലില്ല, ഭാഷകളിലില്ല. ഒന്നുകിൽ ജീവനുള്ള ഒരു വസ്തുവിനെ അവൻ അല്ലെങ്കിൽ അവൾ, ഒരു ആണിന്റെയോ പെണ്ണിന്റെയോ പദം കൊണ്ടല്ലാതെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഭാഷയുടെ പരിമിതിയാണ്. ഭാഷക്ക് അങ്ങനെ ഒരുപാട് നിയമം ഉണ്ടാവും. ഉദാഹരണം, അറബി ഭാഷ എങ്ങനെ അറബി പറയാം? അൽ-ലുഗത്തുൽ അറബിയാണ്. അൽ-ലുഗത്തുൽ അറബിയ, ആ പദം മുഅന്നസ. ആ പദം അൽ-ലുഗത്തുൽ അറബിയ എന്ന പദം തഅനീസിന്റെ പദമാണ്, പെൺലിംഗമാണ് എന്നർത്ഥം. ആ ഭാഷയുടെ പേര് തന്നെ പെൺലിംഗമാണ്. അതുകൊണ്ട് ആൾക്കാർ പറയുന്നോ എന്തൊരു ഭാഷയാണത്, ആ ഭാഷന്റെ പേര് തന്നെ ഇല്ല. അത് ഭാഷകളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ഹുവ എന്നതിൽ ആണെന്നോ പെണ്ണെന്നോ അർത്ഥമില്ല. ഹുവ, അവൻ. അല്ലാഹു ലാ യൂസഫു ബിദുകൂറത്തിൻ വലാ ഉൻസ. അല്ലാഹുവിനെ കുറിച്ച് ആണെന്നോ പെണ്ണെന്നോ വിശേഷിപ്പിക്കാൻ കഴിയില്ല. പിന്നെ എന്താണ് അവൻ എന്ന് സൂചിപ്പിക്കാൻ? അല്ലാഹു അവൻ, ആണ് എന്നല്ല, പെണ്ണ് എന്നല്ല, അല്ലാഹു എന്ന് പറയുന്ന അസ്തിത്വം അതെന്താണോ അത് സൂചിപ്പിക്കാൻ ഭാഷയുടെ പരിമിതമായ പ്രയോഗമാണ് ഹുവ എന്നത്. അല്ലാതെ അല്ലാഹുവിനെ ആണാണെന്നോ പെണ്ണാണെന്നോ പറയാൻ കഴിയില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, ഹുവ, അവൻ, അല്ലാഹു, അല്ലാഹു ആണ്, അഹദ്, ഒരുവൻ, ഏകനാണ്. അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ തന്റെ കൂടെ വേറൊരാളെ ആവശ്യമില്ല. അവനിൽ നിന്ന് വേറെ ജുസുകളില്ല, അവനിൽ നിന്ന് വേറെ ഭാഗങ്ങൾ അടർത്തി മാറ്റാൻ കഴിയില്ല. അല്ലാഹു ഒറ്റ ഘടകം. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ഒരു നിരീശ്വരവാദി നടത്തുന്ന ഒരു സംവാദത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. നിരീശ്വരവാദിയായ ഒരാൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാദാ ഖബല റബ്ബിക, അബൂ ഹനീഫ, നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ എന്താണ് ഉണ്ടായിരുന്നത്? നിങ്ങളുടെ റബ്ബ് ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് എന്താ ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്,
എന്റെ റബ്ബിന്റെ മുമ്പ് മറ്റൊന്നുമില്ല. ലം യലിദ് വലം യൂലദ്. എന്റെ റബ്ബ് പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കപ്പെട്ടവനുമല്ല. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ ഉണ്ടാവും? എല്ലാ വസ്തുവിന്റെ മുമ്പിലും എന്തെങ്കിലും ഉണ്ടാവൂലേ? അള്ളാഹിന്റെ മുമ്പിൽ എങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാം? ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം അദ്ദേഹത്തിന് അതിനോട് ചോദിച്ചൊരു മറുപടി ഇതാണ്, നാലിന്റെ മുമ്പിൽ എന്താണുള്ളതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു 3. 3ന്റെ മുമ്പിൽ എന്താണുള്ളതെന്ന് ചോദിച്ചു. 2. 2ന്റെ മുമ്പിൽ എന്താണുള്ളതെന്ന് ചോദിച്ചു. 1. ഈ 2 ഉണ്ടാവണമെങ്കിൽ ഒന്നും വേണ്ടേ? കാണും. ഒന്നും കൂടിയാലേ 2 ഉണ്ടാവും. ഈ 3 ഉണ്ടാവണമെങ്കിൽ ഒന്നും വേണ്ടേ? കാണും. 2 1 കൂടിയാലേ 3 ഉണ്ടാവും. ഈ 4 ഉണ്ടാവണമെങ്കിലും 1 വേണ്ടേ? 4 1കൾ കൂടണം, അല്ലെങ്കിൽ 2 2കൾ കൂടണം. പക്ഷെ 2 ഉണ്ടാവണമെങ്കിൽ 1 വേണം. ഇതൊക്കെ ഉണ്ടായാലല്ലേ 4 3 2 ഒക്കെ ഉണ്ടാവും. ഈ 1 2ന്റെ മുമ്പിൽ എന്താണത്? 1. 1ന്റെ മുമ്പിൽ എന്താണത്? 1ന്റെ മുമ്പ് ഒന്നുമില്ല. നിങ്ങളുടെ ഭൗതികമായ കണക്കിൽ 1ന്റെ മുമ്പിൽ ഒന്നുമില്ലെങ്കിൽ ഭൗതികതക്ക് ഒരിക്കലും വിധേയപ്പെട്ട് ചിന്തിക്കാൻ കഴിയാത്ത എന്റെ റബ്ബിന്റെ മുമ്പിൽ ഒന്നുമില്ല. അവൻ അനാദിയാണ്, അവൻ തുടക്കല്ല, അവന് തുടക്കമില്ല. എന്താണ് നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ ഉള്ളത്? ഭൗതികമായി നിങ്ങൾ കണക്ക് കൂട്ടുന്ന കണക്കിൽ പോലും 1ന്റെ മുമ്പിൽ എന്താണുള്ളത്? ഒന്നുമില്ല. 0 ഒന്നുമില്ല. 1ന്റെ മുമ്പിൽ ഒന്നുമില്ല. ആ 1ആണ് സ്റ്റാർട്ടിങ്. ആ 1 എന്താണോ അതാണ് അല്ലാഹ്. അതാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അന്ന് അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി. ചിലപ്പോൾ ചോദ്യം ചെയ്യും, ഈ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന ശൈത്വാന. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യായിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അലൈക്കും ബി ഈമാനിൽ അജായിസ്. നിങ്ങൾക്ക് വല്യമ്മമാരുടെ ഈമാൻ ഉണ്ടാവട്ടെ. അലൈക്കും, നിങ്ങളുടെ ഈമാൻ ബി ഈമാനിൽ അജായിസ്, വല്യമ്മമാരുടെ ഈമാൻ ആവട്ടെ. അതെന്താ വല്യമ്മമാരുടെ ഈമാൻ? അതിന് മഹാനുഭാവം വിശദീകരിക്കുകയാണ്. നമ്മളെ വല്യന്മാരോട് ഇപ്പൊ നമ്മൾ നടത്തുന്ന ചർച്ചകളൊക്കെ നമ്മളെ വല്യന്മാരോട് പോയി ചോദിച്ചാൽ ചിലപ്പോ അവര് ദേഷ്യപ്പെടും, നമ്മൾ അടിച്ച് കൂടിക്കഴിയാം. ഒരു ഉദാഹരണം, ഈ ഭൂമിയൊക്കെ പഠിച്ചതാരാ? അല്ലാഹ്. പ്രപഞ്ചത്തെ പഠിച്ചതാരാണ്? അല്ലാഹ്. എല്ലാത്തിനെയും പഠിച്ചതാരാണ്? അല്ലാഹ്. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യമുണ്ട്, അല്ലാഹുവിനെ പഠിച്ചതാരാണ്? അന്ന് നമ്മൾ അവരോട് ചോദിച്ചു നോക്കിയാലും അലൈക്കും ബിഈമാനിൽ അജായിസ്, അവരെ എപ്പോൾ ചൂടെടുത്തിട്ട് അടിയത് ഉമ്മായി ചോദ്യം ചോദിക്കാൻ പറ്റും. നിങ്ങൾ അജൂസത്തുകളുടെ വൃദ്ധകളുടെ ഈമാനിനെ മുറുകെ പിടിക്കണേ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഇവിടെ ഒരു ചോദ്യം വരാം, പടച്ചവനെ പടച്ചതായി, അല്ലാഹുവിനെ പടച്ചതായി. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അല്ലാഹുവിനെ പടച്ചതായി. ചോദ്യം, പടച്ചവനെ പടച്ചതായി. ആ ഒരു ചോദ്യം തന്നെ ഏറ്റവും വലിയ വിഡ്ഢിത്തരമായ ചോദ്യം. എന്തുകൊണ്ട്? ഈ പടച്ചവൻ എന്ന് പറയുന്നത് ആരാണ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ പടച്ചവൻ, അല്ലാഹുവിനെ കുറിച്ച് പടച്ചവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എല്ലാത്തിനെയും പടച്ചവൻ, എല്ലാത്തിനെയും പടച്ചവനാണ്. പടച്ചവൻ എല്ലാത്തിനെയും പടച്ചവനാണ്. അപ്പൊ അല്ലാഹുവിനെ വേറൊന്നും പടക്കാൻ പറ്റില്ല. എല്ലാത്തിനെയും പടച്ചവനാണ് പടച്ചവൻ. നമ്മളൊരാളെ പടച്ചവൻ എന്ന് വിളിക്കുകയാണെങ്കിൽ അത് ആരായിരിക്കണം? എല്ലാത്തിനെയും പടച്ച ആളായിരിക്കണം. അപ്പൊ ഈ അള്ളാഹുവിനെ പടച്ചത് ആരാണെന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ മേലെ ഒരു പടച്ചോണ്ടെങ്കിൽ അതാണ് അള്ളാഹ്. അതിന്റെ മേലെ ഒരു പടച്ചോൻ ഉണ്ടാവാൻ പാടില്ല. ആ ഒരു സത്തയാണ് നമ്മൾ പടച്ചവൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ പടച്ചവൻ ആര് എന്ന ചോദ്യത്തിന് അർത്ഥമില്ല എന്നർത്ഥം. ആ ചോദ്യമേ തെറ്റാണ്. കാരണം പടച്ചവൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ആ ചോദ്യം. പടച്ചവനാണ് അല്ലെങ്കിൽ അള്ളാഹിനെ പടച്ചവൻ. അള്ളാഹ് എന്ന് പറഞ്ഞ ആരാ? എല്ലാത്തിനെയും പടച്ചവൻ, എല്ലാത്തിനെയും പടച്ചവൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണ് അള്ളാഹ്. അപ്പൊ ഈ അള്ളാഹിനെ പടക്കാൻ ഒരാൾ ഉണ്ടാവാൻ പറ്റില്ല. അതിന്റെ മേലെ ഒരാൾ പടച്ചവനായിട്ടുണ്ടെങ്കിൽ അതാണ് അള്ളാഹ്. അതിന്റെ മേലെ ഒരാളുണ്ട്, അതാണ് അള്ളാഹ്. അതിന്റെ മേലെ വേറൊരാളുണ്ട്, അള്ളാഹ്. ഇത് എൻജിൽ എവിടെയാണ് എത്തുന്നത്? അതാണ് അള്ളാഹ്. ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ തുടക്കമില്ലാത്തവൻ അതാണ് അല്ലാഹു തആല. അപ്പൊ അള്ളാഹുവിനെ പടച്ചതാല് എന്ന ചോദ്യത്തിന് വിശദീകരണമില്ല. ആ ചോദ്യം തെറ്റാണെന്നാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കപ്പെടേണ്ടത്. പിന്നെ ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകളുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. അതിന്റെ മുമ്പ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ മുഴുവൻ
ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ചർച്ച ചെയ്യുമ്പോൾ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ മുഴുവൻ സൂറത്തുൽ ഇഖ്ലാസിന്റെ ഫളായിലിലേക്കാണ് നേരെ കടന്നു ചെല്ലുന്നത്. ആയത്തുകൾ വിശദീകരിക്കുന്നതിലേക്ക് അപ്പുറം ഇത്രമേൽ പവിത്രതയുള്ള ഒരു സൂറത്ത് വേറെ ഇല്ല. അത്രമേൽ പവിത്രമാണ്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന ചില കാര്യങ്ങളിലേക്ക് കടന്നു പോവാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ ഫകഅന്നമാ ഖറഅ സുൽത്തുൽ ഖുർആൻ, അവൻ ഖുർആനിന്റെ മൂന്നിലൊന്ന് ഓതിയതുപോലെയാണ്. وأعطي من الأجر 10 حسنات بعدد من أشرك بالله وآمن بالله. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരുടെ എണ്ണമനുസരിച്ചും അള്ളാഹുവിനെ നിരാകരിച്ചവരുടെ എണ്ണമനുസരിച്ചും അവരുടെ 10 ഇരട്ടി പ്രതിഫലം അള്ളാഹു അവന് നൽകുമെന്നാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഒരു സൂറത്തിന്റെ പ്രതിഫലം ഇതാണ്. മറ്റൊന്ന് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് മറത്തൻ വാഹിദ, ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഒറ്റത്തവണ ഓതിയാൽ ഉഅതിയ മിനൽ അജ്ർ, അവന് പ്രതിഫലമായി നൽകപ്പെടുന്നത് കമൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി, അല്ലാഹുവിൽ വിശ്വസിച്ച എത്ര മുഅ്മിനീങ്ങൾ ലോകത്തുണ്ടോ അത്രയും മുഅ്മിനീങ്ങളുടെ പ്രതിഫലം അല്ലാഹു അവന് നൽകുന്നു. വ ഉഅതിയ മിനൽ അജ്രി മിത്ല 100 ശഹീദ്, 100 ശഹദാക്കളുടെ പ്രതിഫലം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുന്നവരുണ്ട്. നമ്മൾ ഈ പ്രതിഫലത്തിന്റെ ഭാഗം ഒന്ന് വേഗം വായിച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറയാം. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. കാന ജിബ്രീൽ അലൈഹിസ്സലാം മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാമും നബി തങ്ങളും ഇങ്ങനെ ഇന്ന് സംസാരിക്കുമ്പോഴാണ് ഇത് അഖബല അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹു കയറി വരികയാണ്. ഫഖാല ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറയാണ്, ഹാദാ അബൂദർ ഖദ് അഖബല നബിയേ, അബൂദറാണല്ലോ ഈ വരുന്നത് എന്ന്. നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് കയറി വരുമ്പോൾ നബി തങ്ങൾ പറയാണ്, നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഹാദാ അബൂദർ ഖദ് അഖബല, നബിയെ ഈ വരുന്നത് അബൂദർ റളിയല്ലാഹു അൻഹു ആണല്ലോ. ഫഖാല അലൈഹിസ്സലാം, നബി തങ്ങൾ അത്ഭുതത്തോടു കൂടി ജിബ്രീലിനോട് ചോദിക്കുകയാണ്, അതഅരിഫൂന, നിങ്ങൾക്ക് എങ്ങനെയാണ് അബൂദറിനെ അറിയുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അബൂദർ റളിയല്ലാഹു അൻഹു അറിയാം? ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു കൊടുക്കുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ലിസ്ഗരിഹി ഫീ നഫ്സി, ഒന്നാമത്തെ കാരണം അബൂദർ റളിയല്ലാഹു അൻഹു അഹങ്കരിക്കാത്ത മനുഷ്യനാണ്. വകത്റത്തി ഖിറാഅത്തിഹി ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് ധാരാളം ഓതുന്നയാളാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് ധാരാളം ഓതുന്നയാളെ മലക്കുകൾക്കിടയിൽ അയാൾ മശ്ഹൂറായിരിക്കും. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്. റസൂലുള്ളാഹി അത്ഭുതപ്പെട്ടു പോയി. അബൂദർ റളിയല്ലാഹു അൻഹു സാധാരണക്കാരനായ സ്വഹാബി, സാധാരണക്കാരൻ എന്ന് പറയല്ല, അബൂദർ റളിയല്ലാഹു അൻഹു ഒരു അത്ഭുതകരമായ വ്യക്തിത്വമാണ്. ഗിഫാർ ഗോത്രത്തിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിക്കാൻ, എന്നിട്ട് 40 ദിവസം അദ്ദേഹം മക്കയിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാൻ, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു 40 ദിവസം മക്കയിൽ നിൽക്കാൻ, ആൾക്കാരുടെ ഇടയിൽ കൂടെ, സ്വഹാബത്തിന്റെ ഇടയിൽ കൂടെ 40 ദിവസം കഴിഞ്ഞിട്ട് നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ. അപ്പൊ നബിതങ്ങൾ ചോദിക്കുന്നു, അബൂദറെ എന്നാണ് ഇവിടെ വന്നത്? അപ്പൊ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ മാസങ്ങളോളമായി 40 ദിവസങ്ങളായി നബിയെ മക്കയിലുണ്ട്. നബിതങ്ങൾ ചോദിക്കാൻ, ആ 30 ദിവസം അല്ലെങ്കിൽ 40 ദിവസം നിങ്ങൾ കഴിച്ച ഭക്ഷണം എന്തായിരുന്നു? എന്ത് കഴിച്ചിട്ട് അവിടെ കൂടിയത്? ഇവിടെ ആരും നിങ്ങൾക്ക് ഭക്ഷണം തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ എന്താ കഴിച്ചത്? അവിടെ നിന്ന് പറഞ്ഞു, 40 ദിവസവും ഞാൻ കുടിച്ചത് സംസം വെള്ളമാണ്, ഒരിറക്ക് ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്,
മാഉ സംസം തുആമു തുഅമിൻ വശിഫാഉ സുഖും. സംസം വെള്ളം ഭക്ഷണത്തിന്റെ കണ്ടന്റും സംസമിലുണ്ട്, എല്ലാ രോഗത്തിന്റെ ശിഫാവും സംസമിലുണ്ട്. സംസം വെള്ളം കുടിച്ചുകൊണ്ട് ഒരു മനുഷ്യന് ഏറെക്കാലം ജീവിക്കാൻ പറ്റും. ആ ഒരു കണ്ടന്റ് ആ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത. സംസം വെള്ളത്തെ കുറിച്ച് മാത്രം പഠനം നടത്തിയ, അതിന്റെ വിശാലമായി പഠനം നടത്തിയ ഒരു എഞ്ചിനീയർ ഉണ്ട്, മസാറു ഇമോട്ടോ എന്ന് പറയുന്ന വലിയൊരു ശാസ്ത്രകാരൻ. സംസം വെള്ളത്തിന്റെ ക്രിസ്റ്റൽ സ്വഭാവങ്ങളെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. സംസമിന് മാത്രമുള്ള ചില പ്രത്യേകതകൾ, സംസം വെള്ളത്തിൽ മാത്രമുള്ള അത്ഭുതകരമായ ചില കാര്യങ്ങളെ കുറിച്ച്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹറമിന്റെ നവീകരണ സമയത്ത് സംസം കിണറിന്റെ ശുദ്ധീകരണത്തിനും അതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏൽപ്പിക്കപ്പെട്ട അന്നത്തെ എഞ്ചിനീയർ വളരെ മനോഹരമായിട്ട് അതിനെ കുറിച്ചൊക്കെ വിവരിക്കുന്നതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ഓൺലൈനിലൊക്കെ അത് ലഭ്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് അത്ഭുതകരനായ ഒരു മനുഷ്യനാണ്. 40 ദിവസം കഴിഞ്ഞ് നബി തങ്ങളോട് ഇസ്ലാം സ്വീകരിച്ച് കടന്നു വരികയാണ്. എന്നിട്ട് തന്റെ ഖിഫാർ ഗോത്രക്കാരെ മുഴുവൻ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്ത് കൊണ്ടുവന്നയാളാണ്. ആ അബൂദറിനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളുടെ അടുക്കൽ നിന്ന് തിരിച്ചറിയാൻ എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? അദ്ദേഹം കൂടുതൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നയാളാണ്. അപ്പോൾ അതിലും നമുക്കൊരു പാഠമുണ്ട്. അതെന്താണ്? നമ്മുടെ എല്ലാം അർവാഹുകൾ ഭൂമിയിൽ നിന്ന് പിടിക്കപ്പെട്ടാൽ അത് ആകാശ ലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടേണ്ടതാണ്, എല്ലിയിലേക്ക് കൊണ്ടുപോകപ്പെടേണ്ടതാണ്. ഒന്നുകിൽ ആകാശത്തിന്റെ കവാടങ്ങൾ നമ്മുടെ റൂഹിന്റെ മുമ്പിൽ അടക്കപ്പെടും, അല്ലെങ്കിൽ തുറക്കപ്പെടും. ഈ അർവാഹുമായി ഓരോ ആകാശത്തെത്തുമ്പോഴും അവിടെയുള്ള മലക്കുകൾ ചോദിക്കും, റൂഹുമൻ, ഇതാരുടെ റൂഹാണ്, ആരുടെ റൂഹാണ് ഇതെന്ന ചോദ്യത്തിന് മറുപടി കിട്ടണമെങ്കിൽ നമ്മളുടെ പേര് പറയുമ്പോൾ മലക്കുകൾക്ക് നമ്മളെ പരിചയം ഉണ്ടാവണം. അതിനുള്ള വഴിയാണ് സൂറത്തുൽ ഇഖ്ലാസ് അധികരിപ്പിക്കുക എന്ന്. 3, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ തബൂക്ക് യുദ്ധത്തിലാണ്, തബൂക്കിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ തബൂക്കിൽ നിൽക്കുമ്പോഴാണ് അന്ന് പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചപ്പോൾ സൂര്യന്റെ രശ്മികൾ ഞങ്ങളുടെ നേരെ കടന്നു വരുന്നില്ല എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ പ്രകാശത്തിന് വലിയൊരു, സൂര്യൻ ഉദിക്കുമ്പോ തന്നെ അതിന്റെ ഒരു രശ്മികൾ ഇങ്ങനെ കണ്ണുകളിലേക്ക് വന്ന് പതിക്കുമല്ലോ. എന്നാൽ ആ ഉദയ സൂര്യന് രശ്മികൾ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് കാണുന്നില്ല. ലൈലത്തുൽ ഖദറിനെ തിരിച്ചറിയാനുള്ള പ്രത്യേകത അതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താ? രാത്രിയിൽ മുഴുവൻ അല്ലാഹുവിന്റെ മാലാഖമാർ സലാമുൻ ഹിയ തനസ്സലുൽ മലായിക, മലക്കുകൾ മുഴുവൻ നമുക്കിടയിലൂടെ സാന്നിധ്യമായി ഉണ്ടാവുകയും എല്ലാ മുഅ്മിനീങ്ങളുടെ വീട്ടിൽ വരികയും ഹത്താ മത്ലഇൽ ഫജ്ർ, സൂര്യോദയം വരെ അവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയും ഉദയത്തോടുകൂടെ മലക്കുകൾ ഉയർന്നു പോവുകയും ചെയ്യും. അപ്പൊ ആ മലക്കുകൾ ഉയർന്നു പോകുന്ന സമയത്ത് ഉദിക്കുന്ന സൂര്യന്റെ പ്രകാശത്തിന് കണ്ണുകളിൽ രശ്മികൾ, സൂര്യന്റെ റൈസ് രശ്മികൾ കണ്ണിൽ തറക്കില്ല, അത് നേരെ ഇങ്ങോട്ട് വരില്ല. കാരണം മലക്കുകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയും മലക്കുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ രശ്മികളുടെ ചലനത്തിൽ അല്ലെങ്കിൽ അതിന്റെ സഞ്ചാരത്തിൽ മാറ്റം ഉണ്ടാവുന്നു. അന്നത്തെ സൂര്യോദയം കണ്ടിട്ട് ലൈലത്തുൽ ഖദറിനെ തിരിച്ചറിയാൻ കഴിയുന്നു. ലൈലത്തുൽ ഖദറിന്റെ പിറ്റേന്നുള്ള സൂര്യോദയത്തെ നോക്കിയിട്ട് ലൈലത്തുൽ ഖദറിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ തബൂക്കിലായിരിക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു. അവിടെ ആ പ്രകാശം വല്ലാതെ ഞങ്ങളുടെ കണ്ണുകളിലേക്ക് വന്നില്ല, അന്ന് രശ്മിയില്ല, പ്രകാശം കുറവാണ്. അങ്ങനെ ഒരു ഉദയം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും അത്ഭുതപ്പെട്ടു, നബിയെ ഇതെന്താണ് ഇങ്ങനെ ഒരു ഉദയം? ഇന്ന് സൂര്യൻ ഉദിച്ചിട്ടും ഒരു വല്ലാത്ത വെളിച്ചമുണ്ടായിട്ടില്ലല്ലോ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. എന്നിട്ട് പറഞ്ഞു, നബിയേ ഇന്ന് 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 70,000 മലക്കുകൾ ഇന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. സുബഹിയുടെ നേരത്ത് ആ മലക്കുകൾ കയറുന്നതാണ് നബിയെ കണ്ടത്. അതുകൊണ്ടാണ് സൂര്യന്റെ പ്രകാശം കുറഞ്ഞിട്ടുള്ളത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ നിന്നാണ് ഹദീസ് ഞാൻ വായിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ്, എന്തിനാണ് ഇന്ന് 70,000 മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങിയത്? അപ്പോൾ പറഞ്ഞു, നബിയേ
മുആവിയത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കാൻ അല്ലാഹു പറഞ്ഞയച്ചതാണ്. മുആവിയത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കാൻ 70,000 മലക്കുകൾ ഇന്ന് ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നബിയേ, അല്ലാഹു നിങ്ങളോട് മുആവിയത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കാൻ പറയുന്നുണ്ട്. മുആവിയത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു മദീനയിലാണുള്ളത്. റസൂലുള്ളാഹി തങ്ങൾ തബൂക്കിലാണുള്ളത്. രണ്ടും ഒരൽപ്പം വിദൂരത്താണുള്ളത്. അപ്പൊ നബി ഞങ്ങളോട് പറഞ്ഞു, നബിയേ, അങ്ങ് മുആവിയത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കുന്നില്ലേ? അപ്പൊ നബി ഞങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് നിസ്കരിക്കുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കിടയിലും മുആവിയത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു മയ്യത്തിനിടയിലുമുള്ള സ്ഥലം ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറകുകൊണ്ട് അടയാളപ്പെടുത്തുകയും അതിങ്ങോട്ട് അല്ലാഹു അടുപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ആ ജനാസ ഇങ്ങനെ നബി തങ്ങൾ കണ്ടുകൊണ്ട് അവിടെ നിസ്കരിക്കുകയാണ്. പിറകിൽ സ്വഹാബാ കിറാം മുഴുവൻ മുആവിയത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബിമ ബലഗ മാ ബലഗ. ജിബ്രീലേ, 70,000 മലക്കുകൾ ഇറങ്ങി മയ്യത്ത് നിസ്കരിച്ചു എന്ന് മാത്രമല്ല, എനിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ആ സ്വഹാബിയുടെ ജനാസ ഇങ്ങോട്ട് അടുപ്പിച്ചു തന്നു. മുആവിയത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു ചെയ്ത സുഹൃദ് എന്താണ്? ഇത് മാത്രം അദ്ദേഹം ചെയ്ത നന്മ എന്താണ്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, കാന യുഹിബ്ബു സൂറത്തുൽ ഇഖ്ലാസ്. അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെ ഇഷ്ടപ്പെടുന്നയാളാണ്, ധാരാളമായി ഓതുന്നയാളാണ്. എന്താണ് ആ ഒരു സ്നേഹം, ആ ഒരു ഇഷ്ടം? സൂറത്തുൽ ഇഖ്ലാസ്. നിങ്ങൾ ആലോചിച്ചു, ഈ ആയത്തിന്റെ അർത്ഥങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഇമാമുമാർ തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ തഫ്സീറുകൾ മുഴുവൻ ഈ സൂറത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഫളാഇൽ പറഞ്ഞു തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പള്ളിയിലേക്ക് കടന്നു. മദീന പള്ളിയിൽ കയറി വരികയാണ്. അപ്പോഴാണ് ഒരാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അസ്അലുക യാ അല്ലാഹു യാ അഹദ് യാ സമദ് യാ മൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരാൾ ഇങ്ങനെ ദുആ ചെയ്യണം അല്ലാഹുവോട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അഹദ് യാ സമദ് യാ മൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിലെ അല്ലാഹുവിന്റെ പരാമർശങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ ദുആ ചെയ്തപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഉഫിറ ലക ഉഫിറ ലക ഉഫിറ ലക സലാസ മറ. മോനേ, നിനക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു, നിനക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു, നിനക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന് 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇനി നോക്കണേ നിങ്ങൾ, ഇനി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരവസരം. നമുക്ക് ഏറ്റവും നല്ലത് അവസരങ്ങൾ ഉണ്ടാവലാണ്. അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ചില അമലുകൾ നമ്മൾ ചെയ്യും. അത്തരം ഒരു അവസരം മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയാണ്, ഒരാൾ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, ബുദ്ധിമുട്ടാണ്, കടബാധ്യതയാണ്. നമുക്ക് പലരും പരാതി പറയാറില്ലേ? പ്രയാസമാണ് വീട്ടില്, ഫഖർ, ദാരിദ്ര്യമാണ്. നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട്, നബിയെ, ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു. എന്താ ദാരിദ്ര്യത്തിന് പരിഹാരം? നബി തങ്ങൾ പറഞ്ഞത്, നബി തങ്ങൾ പറഞ്ഞു, ഇദാ ദഖൽത ബൈതക, മോനെ, നീ വീട്ടിലേക്ക് കയറുമ്പോൾ ഫസല്ലിം ഇൻ കാന ഫീഹി അഹദ്, ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സലാം പറഞ്ഞു കയറണം. വഇല്ലം യകുൻ ഫീഹി അഹദ് ഫസല്ലിം അലാ നഫ്സിക, ഈ വീട്ടിൽ ആരുമില്ലെങ്കിൽ സലാമുൻ അലയ്യ എന്ന് പറഞ്ഞു കയറിക്കോ. വഖറ ഖുൽ ഹുവല്ലാഹു അഹദ് മറത്തൻ വാഹിദ, ആ വീട്ടിലേക്ക് നീ കയറിയ ഉടനെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറ ഓതിക്കോ. ദാരിദ്ര്യത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരം പറഞ്ഞു കൊടുത്തത് ഇതാണ്. എന്ത്? വീട്ടിൽ ആരാണോ നമുക്ക് വാതിൽ തുറന്നിരുന്നത് അവരോട് സലാം പറഞ്ഞു കയറാം. വീട്ടിൽ നിന്ന് കയറിയ ഉടനെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് ഓതിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. എന്നിട്ട് മഹാനായ റാബി
സലാം പറഞ്ഞു കയറും. കയറി ഉടനെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതൽ പതിവാക്കി. ഫഅഫാദ അലാ ജിറാനി, പിന്നെ ആ മനുഷ്യനെ, സ്വഹാബത്ത് പറയാൻ, പിന്നെ ആ മനുഷ്യനെ ഞങ്ങൾ കാണുന്നത് അദ്ദേഹം നാട്ടിലേക്കൊക്കെ പൈസ കൊടുക്കും. അദ്ദേഹം സാമ്പത്തികമായാണ് ഹൈറായത് മാത്രമല്ല, ഫഅഫാദ അലാ ജിറാനി, തന്റെ അയൽവാസികൾക്കൊക്കെ കൊണ്ടുപോയിട്ട് സഹായം കൊടുക്കാൻ തുടങ്ങി. ഒന്നുമില്ലാത്തവനായിരുന്നു, കഷ്ടപ്പെട്ടിട്ട് അനുബിധങ്ങളുടെ മുമ്പിൽ വന്നു. ദാരിദ്ര്യ നബിയെ, പട്ടിണിയ, നീ വീട്ടിൽ കയറിയിട്ടൊരു ഖുൽ ഹുവല്ലാഹു ഓതി നോക്ക് എന്ന അനുബിധങ്ങൾ പറഞ്ഞത്. അയാൾ അത് ചെയ്തു. സ്വഹാബത്ത് പറയാൻ, ആ മനുഷ്യൻ പിന്നെ തന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണവും മറ്റുള്ളതുമൊക്കെ അയൽവാസികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് കാണാമായിരുന്നു. അത്രമേൽ അല്ലാഹു വിശാലമാക്കി നൽകി. ഇനി നോക്കൂ നിങ്ങൾ അടുത്ത ഒരു ഹദീസ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റജുലൻ ഖലാൽ കാന യഖറഉ ഫീ ജമീഇ സ്വലാത്തിഹി ഖുൽ ഹുവല്ലാഹു അഹദ്. എപ്പോൾ നിസ്കരിച്ചാലും ഖുൽ ഹുവല്ലാഹു അഹദ് ഇങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കും. എപ്പോഴും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഫസഅലഹു റസൂലു അൻ ദാലിക്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ എപ്പോഴും ഖുൽ ഹുവല്ലാഹു ഓതുന്നത് എന്ന് നബി തങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നി ഉഹിബ്ബുഹാ, നബിയെ എന്താണെന്നറിയില്ല, എനിക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനോട് ഇഷ്ടമാണ്. അല്ലാഹു ആ ഒരു ഇഷ്ടം നമ്മുടെ കൽബിൽ തരട്ടെ. അതൊരു മഹബ്ബത്താണ്. എങ്ങനെയാണ് ആ മഹബ്ബത്ത് വരിക? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറയോട് എനിക്കൊരു ഇഷ്ടമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു, വിധങ്ങളോട് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്നah, നിനക്കത് ഇഷ്ടമാണ് എന്നതുകൊണ്ട് ആ സൂറത്ത് നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമേ മുഹമ്മദ് മുസ്തഫ. നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ പിന്നെ ഒന്നും വേണ്ട, ഖുൽ ഹുവല്ലാഹു അഹദ് മതി. അതുകൊണ്ടാണ് ഖബറിൽ ശരീരം മണ്ണ് തിന്നാത്ത 5 വിഭാഗക്കാരെ കുറിച്ച് മഹാന്മാർ പഠിപ്പിക്കുന്നത്. 5 വിഭാഗം ആളുകൾ ഖബർ കുഴിച്ചാലും ആ മയ്യത്തിനെ മണ്ണ് തിന്നാൻ പാടില്ല, മണ്ണിന് അനുവാദമില്ല അവരുടെ ശരീരം തിന്നാൻ. ഒന്ന് അമ്പിയാക്കളാണ്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തർകുല അജ്സാദൽ അംബിയാ, അമ്പിയാക്കളുടെ ശരീരം തൊടരുത് എന്ന് അല്ലാഹു മണ്ണിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്പിയാക്കളുടെ ശരീരം എത്ര വർഷം കഴിഞ്ഞാലും ആ ഖബറിൽ അതുപോലെ പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ രണ്ടാമത്തെ ആളാണ് ഹാഫിദുൽ ഖുർആനാണ്. ഖുർആൻ മനഃപ്പാഠമുള്ളയാളാണ്. അല്ലാഹു ഭൂമിയോട് പറയില്ല തർകുല്ലിയ, മനുഷ്യനെ തിന്നാൻ പാടില്ല. അപ്പൊ ഭൂമി അല്ലാഹുവോട് ഇങ്ങോട്ട് പറയുന്ന കൈഫ ആകുലു, പടച്ചോനെ എങ്ങനെയാണ് ആ മനുഷ്യനെ ഞാൻ തിന്ന? വഫീ ഖൽബിഹി കലാമുക, ആ മനുഷ്യന്റെ ഖൽബിൽ നിന്റെ കലാമുള്ളപ്പോൾ എങ്ങനെയാണ് റബ്ബേ ഞാൻ എങ്ങനെയാണ് അല്ലാഹ് ഞാൻ ആ മനുഷ്യനെ ഭക്ഷിക്കുക? എങ്ങനെയാണ് പടച്ചോനെ? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുല്ലാഹ് ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ വിശുദ്ധമായ ഉഹദിലായിരുന്നു. 40 വർഷങ്ങൾക്ക് ശേഷം ആ ശരീരം പിന്നീട് പ്രത്യേകമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി. അവിടെ ഒരു പുഴ ഒഴുകിയിരുന്നു. ആ വെള്ളത്തിന്റെ പ്രയാസമുണ്ട് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുകയും ഉപ്പയുടെ ഖബർ അവിടെ നിന്ന് മാറ്റണമെന്ന് പറയുകയും മഹാനായ അബ്ദുല്ലാഹ് ജാബിർ റളിയല്ലാഹുവിന്റെ ഉപ്പ അബ്ദുല്ലാഹ് ഹറാം റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കടന്നിടത്ത് നിന്ന് മാറ്റി ഉഹദിലെ ഒരു ഭാഗത്തേക്ക് മാറ്റിയ ഖബറാണ്. 40 കൊല്ലങ്ങൾക്ക് ശേഷം അത് മാറ്റിയത്. ആ മാറ്റിയ സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അദ്ദേഹത്തിന്റെ തലയിൽ ഒരു വെട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു. ആ വെട്ടിന്റെ ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ച അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തെ മറവ് ചെയ്തിരുന്നത്. ആ ജനാസ എടുത്തപ്പോൾ പൊന്നുമോൻ ഉപ്പയുടെ കൈ ഒന്ന് ഇളക്കി നോക്കി, ഫഖറജദ്ദം, ചോര വന്നു എന്നാണ്. 40 വർഷങ്ങൾക്ക് ശേഷം സഹാബത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഹറാം റളിയല്ലാഹുവിന്റെ ജനാസ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി കിടത്തിയിട്ടുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഭാഗത്ത് നമുക്ക് ആ ഭാഗം സൂചിപ്പിക്കാം. ആ ഒരു ഭാഗം പിന്നീട് ചർച്ച ചെയ്യാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോ
5 വിഭാഗം ആളുകളുടെ ശരീരം മണ്ണ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരിൽ മൂന്നാമത്തെ വിഭാഗം മൻ ഖറഅ ഫീ മറദി മൗതി സൂറത്തുൽ ഇഖ്ലാസ്. മരിക്കുന്ന ഘട്ടത്തിൽ അസ്റായിൽ ഇങ്ങനെ റൂഹ് പിടിക്കുന്ന സമയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതിയ മനുഷ്യന്റെ ശരീരം മണ്ണ് തിന്നുകയില്ല. അത് ഖബറിൽ അങ്ങനെ ഉണ്ടാവില്ല. അതെന്താ? അങ്ങനെ ഓതാൻ കഴിയണമെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസുമായിട്ട് അത്രയൊരു കണക്ഷൻ ആ മനുഷ്യനുമാണ്. അല്ലെങ്കിൽ ആ നേരത്ത് അത് പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയില്ല. നാവിൽ നിന്ന് അള്ളാഹു പിടിച്ചു വെക്കും. അള്ളാഹു തആല നമുക്കത് ഓതാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ സൂറത്തിനോടുള്ള ഒരു കണക്ഷൻ അത് തന്നെ സ്വർഗ്ഗത്തിൽ കിടത്തുന്നുണ്ട്. ഇനി മൻ ഖറഅഹാ ഫിൽ മനാം, ആരെങ്കിലും ഒരാൾ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു ഇയാൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഇങ്ങനെ ഓതുന്നത്. ഒരാൾ സ്വപ്നം കാണാൻ, എന്താ സ്വപ്നം കാണുന്നത്? അയാൾ ഇരുന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുന്നത് ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ ഉഅതിയ തൗഹീദ് വഖില്ലത്തുൽ അയാൽ വകത്റത്തു ദിക്രി ലില്ലാഹ് വകാന മുസ്തജാബ ദഅവ. അതിന്റെ ദൃഷ്ടാന്തം, അതിന്റെ അടയാളം അയാൾ അല്ലാഹുവുമായി ഏറ്റവും അടുത്തിട്ടുണ്ട് എന്നും അയാളുടെ ദുആക്ക് ഇനി ഉത്തരം കിട്ടുന്ന മുസ്തജാബ ദഅവയാണ്. ഇനി ഒരിക്കലും ദുആ അല്ലാഹു തള്ളിക്കളയില്ല എന്നതുമാണ് അതിന്റെ അർത്ഥം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിതുകൂടെ? അപ്പോൾ മഹാന്മാരായ സ്വഹാബ കിറാം ചോദിക്കുകയാണ്, നബിയെ, എങ്ങനെയാണ് നബിയെ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ കൊട്ടാരം പണിയുക? നബി ഞങ്ങൾ പറയാണ്, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് 10 മറ, ഒരാൾ ഒറ്റ ഇരിപ്പിൽ 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിയും. ഒറ്റ ഇരുത്തത്തിൽ ഒരാൾ 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിയും. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇദൻ തക്സുറു ഖുസൂറുനാ, അങ്ങനെയാണെങ്കിൽ സ്വർഗ്ഗത്തിൽ ഞങ്ങൾ അത്യാവശ്യം കൊട്ടാരം ഉണ്ടാക്കുമല്ലോ നബിയേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കുറേ കൊട്ടാരം പണി. കാരണം 10 ഖുൽ ഹുവല്ലാഹു ഓതിയ ഒരു കൊട്ടാരാണെങ്കിൽ 20 30 ഓതിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. നബിയെ 20 ഓതിയാലോ? നബി നിങ്ങൾ പറഞ്ഞു 2 എണ്ണം. സലാത്തുൽ 30 ഓതിയാലോ? നബി നിങ്ങൾ പറഞ്ഞു 3 എണ്ണം. ഉടൻ തന്നെ പറഞ്ഞതാണ്, ഇദൻ തക്സുറു ഖുസൂറുന, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കൊട്ടാരം ഒരുപാട് ഉണ്ടാവുമല്ലോ സ്വർഗ്ഗത്തിൽ. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, അല്ലാഹു അതിനേക്കാൾ നൽകാൻ കഴിവുള്ളവനാണ് ഉമറേ. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേറെ നൽകാൻ അല്ലാഹുവിന് കഴിയും. ഓദിക്കോളൂ. നമ്മളൊരു കാര്യം പഠിക്കുക എന്നതല്ല, ആ പഠിക്കുന്നത് അമല് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. മഹാനായ ഒരു പണ്ഡിതന്റെ ഖൗല് ഞാൻ എടുത്ത് വായിക്കുണ്ടായി, മാ തഅല്ലംതു ശൈഅൻ ഇല്ലാ മാ അമിൽതു ബിഹാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് പഠിച്ചിട്ടുണ്ടോ ഒരു തവണയെങ്കിലും ഞാൻ അത് അമല് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം ഉണ്ടാവും നിങ്ങൾ പഠിച്ചു. ആ പഠിച്ചു പോകുന്നതിനപ്പുറം അത് ഒരു തവണയെങ്കിലും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. ആരെങ്കിലും അവിടെ മഹാന്മാര് പറയുന്ന ഒരു കാര്യം, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 തവണ ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവന്റെ ശരീരത്തെ അവൻ നരകത്തിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു എന്ന്. ആ ഒരു ഹദീസിന്റെ പിൻബലത്തിലാണ് മരിച്ച മയ്യത്തിന് വേണ്ടി 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതുക എന്നത് നമ്മുടെ നാട്ടിൽ. അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെയാണ് പിന്നെ 70,000 ദിക്ർ ചൊല്ലുക എന്നത്. 70,000 ദിക്ർ ചൊല്ലിയാൽ അയാൾ നരകത്തിൽ നിന്ന് ശരീരം മോചിപ്പിച്ചിരിക്കുന്നു എന്ന് അർത്ഥമുണ്ട്. അതുപോലെ 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അയാൾ തന്റെ ശരീരം നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ ആര് ചെയ്യേണ്ടതാ? നമ്മൾ നമുക്ക് ചെയ്യേണ്ടതാണ് ആദ്യം. പിന്നീട് നമ്മൾ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രം. ഒരാൾ മരിച്ചു, ശരിക്കും അയാൾക്ക് വേണ്ടി 1,00,000 ഇഖ്ലാസ് ഓതി വച്ചിരിക്കണം. പിന്നെ കിട്ടൂലെന്ന് ഉറപ്പില്ലല്ലോ. വന്നിരിക്കുന്നവര് കുറച്ചോന്നും ചിലപ്പോ ഒന്നുമില്ല, മക്കൾ ഊതിയെ കിട്ടി, ഇത്രയേ ഉള്ളൂ. എന്നാൽ ഒരു മനുഷ്യൻ നമ്മൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം? 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിരിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ് നമ്മുടെ ഈമാനിന്റെ പ്രൊട്ടക്ഷനാണ്. ഇനി നോക്കണേ, നിങ്ങൾ എപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത്? എപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം? ഖുൽ ഹുവല്ലാഹു അഹദ്. ഒന്നാമത്തെ കാര്യം, മുശ്രിക്കീങ്ങളായ ആളുകൾ കടന്നവരാണ് നബിതങ്ങളുടെ മുമ്പിലേക്ക്. ആമിർ ഇബ്നു തുഫൈൽ എന്ന് പറയുന്ന മനുഷ്യൻ നബിതങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്.
എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾക്കിടയിലാകെ നീ ഭിന്നിപ്പിച്ചു, ഞങ്ങളുടെ ദൈവങ്ങളെ നീ ആക്ഷേപിച്ചു പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ കൊണ്ടുവന്ന മതത്തെ നീ എതിർത്തവനാണ്. അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിനക്ക് പൈസ വേണോ? ഞങ്ങൾ തരാം. നിങ്ങൾക്ക് വേറെ വല്ല നല്ല ഭാര്യ പെണ്ണിനെ കല്യാണം കഴിക്കാനാണോ ആഗ്രഹം? ഞങ്ങൾ സംഘടിപ്പിച്ചേനെ. അല്ല, പൈസയാണോ ആവശ്യം? അധികാരമാണോ? ഞങ്ങൾ തരാം. ഞങ്ങളെ ബിംബങ്ങളെ ആരാധിക്കുന്നതിലേക്ക് നീ മടങ്ങി വരണം എന്ന് പറഞ്ഞു. അപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനോട് പറഞ്ഞു, അമർ ബിൻ തുഫൈലിനോട് പറഞ്ഞു, അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിലേക്ക് നിങ്ങളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞേക്കപ്പെട്ട ദൂതനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ റബ്ബ് അമിൻ ദഹബിൻ, നിങ്ങളുടെ റബ്ബ് സ്വർണത്താൽ ഉണ്ടാക്കപ്പെട്ടയാളാണോ വെള്ളിയാൽ ഉണ്ടാക്കപ്പെട്ടതാണോ? ഏതാണ് ഇതിന്റെ രൂപം? എന്താണ് ഇതിന്റെ മാറ്റർ? കാരണം അവർക്ക് അത്രയേ ഉള്ളൂ. കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കുന്നവര്, സ്വർണം കൊണ്ട് വെള്ളി കൊണ്ട് ബിംബങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അപ്പൊ അവർക്ക് അറിയില്ല ഒരു ദൈവത്തിന്റെ ക്വാളിറ്റി എന്താവണം. റബ്ബാവാൻ പറ്റുന്ന ഒരാൾ എങ്ങനെയാവണമെന്നുള്ള ഒരു ക്വാളിറ്റി ഒന്നും ഒരിക്കില്ല. അതുകൊണ്ട് ആഗ്രഹം തുഫയിലെ ചോദ്യം, അങ്ങയുടെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു, എന്ത് റബ്ബാണ് അങ്ങയുടെ റബ്ബ്? അപ്പോഴാണ് ഈ സൂറത്തിറങ്ങിയത്, അല്ലാഹു ഏകനാണ്, അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന്. മറ്റൊന്ന്, യഹൂദികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഹാദാ ഖൽഖുല്ലാഹ്, മുഹമ്മദ് നബിയെ, ഇതൊക്കെ അല്ലാഹു പടച്ചതാണ്. ഫമൻ ഖലഖല്ലാഹ്, അല്ലാഹനെ പടച്ചതാരാണ്? ചോദ്യം. എന്ന് യഹൂദന്മാരായ ആളുകളുടെ ചോദ്യത്തിനാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് വേറൊരു അഭിപ്രായമുണ്ട്. ക്രിസ്ത്യാനികളായ ചില ആളുകൾ വന്നിട്ട് നബി തങ്ങളോട്, നജറാനിൽ നിന്നൊരു സംഘം വന്നു. എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ റബ്ബാരാണ്? മരതകത്താൽ ഉണ്ടാക്കപ്പെട്ടയാളാണോ? സ്വർണത്താലാണോ? വെള്ളിയാലാണോ? ഗോമേതകമാണോ? നിങ്ങളുടെ റബ്ബിന്റെ സൗന്ദര്യം എങ്ങനെയാണ്? ശരീരം എന്ത് പദാർത്ഥത്താൽ ഉണ്ടാക്കപ്പെട്ടതാണ്? അപ്പോഴാണ് ഈ സൂറത്തിറങ്ങിയത് എന്നും അഭിപ്രായമുണ്ട്. മൂന്നാണെങ്കിലും നിങ്ങളുടെ റബ്ബ് ആരാണ് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഈ സൂറ ഇറങ്ങാനുള്ള കാരണം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. ഇനി നമ്മൾ അതിന്റെ അർത്ഥങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ട് ഖുൽ നബി എന്ന് പറയുക, ഹുവ അവൻ, അല്ലാഹു അല്ലാഹു തആല അഹദ് ഒരുവൻ, അല്ലാഹു അല്ലാഹു തആല സ്വമദ് എല്ലാം അവനിലേക്ക് ആശ്രയിച്ച് കിടക്കുന്നതാണ്. എല്ലാം അല്ലാഹുവിലേക്ക് ആശ്രയിക്കുന്നതാണ്. ലം യലിദ്, അല്ലാഹു ഒരാൾക്കും ജന്മം കൊടുത്തിട്ടില്ല. വലം യൂലദ്, ആരുടെയും മകനായി പ്രസവിക്കപ്പെട്ടതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് സമന്മാരായി ആരുമില്ല. അല്ലാഹുവിനെ പോലെ ഒത്ത ഒന്നുമില്ല. ഇവിടെ ഈ സൂറ ഒരു റബ്ബിനുണ്ടാവേണ്ട ദൈവമാവാനുള്ള ക്വാളിറ്റിയാണ്. എന്ത്? പ്രസവിക്കപ്പെട്ടതാവാൻ പാടില്ല. ദൈവത്തിനെ ഒരു ഉമ്മ പ്രസവിച്ചാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താ? പലവിധങ്ങളായ വിശ്വാസധാരകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. ഒന്നിനെയും ആക്ഷേപിക്കപ്പെടാനല്ല, പക്ഷേ ചിന്തിക്കപ്പെടേണ്ടതാണ്. അതൊക്കെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നുകൊണ്ട് ഒരു ദൈവം രൂപാന്തരപ്പെടുക, ത്രിയേകത്വം രൂപാന്തരപ്പെടുന്നത് എങ്ങനെയായിരിക്കും നമ്മളതിനെ മനസ്സിലാക്കുക? ഒരു ഉമ്മ ഒരു ദൈവത്തെ പ്രസവിക്കുകയോ അപ്പോൾ പിന്നെ ഉമ്മയെ പടച്ചതായി ആ പടച്ച ഒരു റബ്ബില്ലേ? അതല്ലേ ശരിക്കും യഥാർത്ഥ റബ്ബ്? ദൈവത്തെ പ്രസവിക്കപ്പെടാൻ പാടുണ്ടോ? ദൈവം ഒരാൾക്ക് പ്രസവം നൽകണം. പ്രസവിക്കുകയാണെങ്കിൽ എന്തു കണികയാണ് ദൈവത്തിൽ ഗർഭമുണ്ടാക്കിയ വസ്തു? ഇനി പ്രസവിക്കാൻ കഴിയുകയാണെങ്കിൽ അത് പെണ്ണായിരിക്കണം. ദൈവം ഒരാൾക്ക് പ്രസവം നൽകി എന്ന് പറഞ്ഞാൽ ജന്മം നൽകാൻ പറ്റൂല. അവൻ സ്വമതായിരിക്കണം, എല്ലാം അവനിലേക്ക് ആശ്രയിച്ചവനായിരിക്കണം. എവിടെയാണ്? ലൗകാന ഫീമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹ്, രണ്ട് ഇലാഹ് ഉണ്ടായിക്കൂടെ? രണ്ടാളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാം. നമുക്ക് ഇന്ന് ഭൂമിയിൽ മഴയാക്കാം, നാളെ വെയിലാക്കാം. രണ്ടാളും കൂടി ഒരു തീരുമാനം എടുത്താണ് പോയാൽ പോലെ പറ്റൂല.
അല്ലാഹു സമദ്, അല്ലാഹു സമദായിരിക്കണം. മറ്റെല്ലാം അവനിലേക്ക് ആശ്രയിക്കണം. അപ്പോഴാണ് അല്ലാഹുവിന്റെ ക്വാളിറ്റി വരും. മറ്റെല്ലാം പടച്ചവനിലേക്ക് ഇങ്ങോട്ട് ആശ്രയിച്ചിരിക്കണം. രണ്ട് ദൈവങ്ങളുണ്ടെങ്കിൽ ഒരു ദൈവം മറ്റേയാളിലേക്ക് ആശ്രയിക്കില്ല. ഇനി ഒരാൾ മറ്റൊരാളിലേക്ക് ആശ്രയിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവന് സ്വന്തമായി കഴിവില്ല എന്ന്. മറ്റേയാളുടെ തീരും രണ്ട് ഇലാഹുകൾ ഉണ്ടെങ്കിൽ അല്ലാഹു തആല പറയുന്ന ഒരു കാര്യം, ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹു കൂടി, രണ്ട് ഇലാഹുകൾ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഒരു ഇലാഹിനെ മറ്റേ ഇലാഹിനോട് സമ്മതം ചോദിക്കും. അതിന്റെ അർത്ഥം എന്താ? സ്വന്തമായി കഴിവില്ല. ഒരു ഇലാഹെ ലോകത്തുണ്ടാകാൻ പറ്റും, ഒരു ഇലാഹെ പറ്റും. രണ്ട് ഇലാഹുണ്ടെങ്കിൽ ഒരാൾക്ക് മറ്റേ സമ്മതം ചോദിക്കണം. സമ്മതം ചോദിക്കേണ്ടി വരിക എന്താ? സ്വന്തമായിട്ട് പവർ ഇല്ല എന്നതിന്റെ അർത്ഥം. സ്വന്തമായി പവർ ഇല്ലാത്ത ഒരാൾ അല്ലാഹു ആവാൻ പറ്റില്ല. അഗർ ദോ ഖുദാ ഹോത്തെ സംസാർ മേ തോ ദോനോ ബലാ ഹോത്തെ സംസാർ മേ എന്ന് മനോഹരമായിട്ട് ഒരു കവിതയുണ്ട് ഉറുദു ഭാഷയിൽ. രണ്ട് ദൈവങ്ങൾ ലോകത്തുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ മുഴുവൻ അടിയും. ഒരു ദൈവം പറയും ഇന്ന് ഭൂമിയിൽ മഴയായിക്കോട്ടെ, അപ്പൊ മറ്റേ ദൈവം പറയാൻ ഇന്ന് വെയിലായിക്കോട്ടെ. പ്രശ്നമല്ലേ? രണ്ട് ദൈവങ്ങൾ എന്നത് സങ്കല്പിക്കാനേ പറ്റില്ല. അല്ലാഹു അഹദ്, ഏകനായിരിക്കുക എന്നതാണ് പടച്ചവന്റെ ക്വാളിറ്റി. അല്ലാഹു സമദാൻ, ലം യലിദ് വലം യൂലദ്. ഇനി ഇതിന്റെ പേരുകൾ, സൂറത്തുൽ ഇഖ്ലാസിന്റെ പേരുകൾ ഒരുപാട് പേരുകളുണ്ട്. സൂറത്തുൽ തഫ്രീദ്, അല്ലാഹുവിനെ തനിപ്പിക്കുന്ന സൂറത്ത്. സൂറത്തുൽ തജ്രീദ്, സൂറത്തുൽ തൗഹീദ്. സൂറത്തുൽ തൗഹീദ് എന്നത് സൂറത്തുൽ ഇഖ്ലാസിന്റെ ഒരു പേരാണ്. സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ എപ്പോഴും പറയുന്ന പേരിലാണ്. എന്താ ഇതിന്റെ അർത്ഥം? എന്തുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസിന് ഇഖ്ലാസ് എന്ന പേരിടാൻ കാരണം? സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേര് വരാനുള്ള കാരണം എന്താ? പ്യൂർ ഗോൾഡ് ആണെങ്കിൽ ഏറ്റവും പ്യൂർ ഗോൾഡിന് എന്താ പറയുക? ദഹബുൽ ഖാലിസ്. ദഹബുൽ ഖാലിസ്, പ്യൂർ ഗോൾഡ്, പ്യൂരിറ്റി കൂടുന്നതിൽ നിന്ന്, നല്ല മായമില്ല, ചളിയില്ല, കലർപ്പില്ല, അതിനാണ് ഖാലിസ് എന്ന് പറയുന്നത്. ഇഖ്ലാസ്, അല്ലാഹു എന്ന വിശ്വാസത്തിൽ കലർപ്പില്ലാത്ത വിശ്വാസത്തിനാണ് ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ്. കാരണം അല്ലാഹു എങ്ങനെയായിരിക്കണം, അല്ലാഹുവിന് എന്തെല്ലാം പാടില്ല എന്നത് മനോഹരമായി വിശ്വസിക്കാൻ പഠിപ്പിക്കുന്ന സൂറയാണിത്. സൂറത്തുൽ നജാത്ത് എന്ന ഈ സൂറത്ത് പേരുണ്ട്. മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണിത്. സൂറത്തുൽ വിലായ എന്ന ഈ സൂറത്തിന്റെ പേരുണ്ട് സൂറത്തുൽ ഇഖ്ലാസ്. കാരണം ലിഅന്ന മൻ ഖറഅഹാ സാറ മിൻ ഔലിയാഇല്ലാഹ്. സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കി ഓതുന്നയാൾ അല്ലാഹുവിന്റെ വലിയായി മാറും, അല്ലാഹുവിന്റെ സ്വന്തക്കാരായി മാറും. അതുകൊണ്ട് സൂറത്തുൽ വിലായ എന്ന പേരുണ്ട്. സൂറത്തുൽ നിസ്ബ എന്ന പേരുണ്ട്. നിങ്ങളുടെ ഉൻസുബ് ലനാ റബ്ബക്, നിങ്ങളുടെ റബ്ബിന്റെ നസബ എന്താണ് എന്ന് പറഞ്ഞു തരൂ എന്ന ചോദ്യത്തിനാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അവതരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ നിസ്ബ എന്ന പേര് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസിലുണ്ട്. സൂറത്തുൽ മഅരിഫ എന്ന പേരുണ്ട്. അല്ലാഹുവിനെ അറിയാൻ, അല്ലാഹുവിനെ പഠിക്കാൻ, അല്ലാഹു ആരെന്ന് മനസ്സിലാക്കാനുള്ള സൂറയാണ്. അതുകൊണ്ട് സൂറത്തുൽ മഅരിഫ എന്ന പേരുണ്ട്. സൂറത്തുൽ ജമാൽ, ഭംഗിയുടെ സൂറ എന്ന പേരുണ്ട് സൂറത്തുൽ ഇഖ്ലാസിന്. കാരണം ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സുന്ദരനാണ്. അല്ലാഹു സുന്ദരനാണെന്ന് പറഞ്ഞപ്പോഴാണ് കൈഫ ജമാലുല്ലാഹ് നബിയെ, അല്ലാഹുവിന്റെ ഭംഗി എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് നബി തങ്ങൾ ഓതി കൊടുത്തത്. സൂറത്തുൽ മുഅവ്വിദ എന്ന പേരുണ്ട്. നോക്കണേ, സൂറത്തുൽ മുഅവ്വിദ ഇത് വളരെ പ്രധാനമാണ്. കാവൽ തേടേണ്ട സൂറ. ഈ സൂറ കൊണ്ടാണ് നബി തങ്ങളെ എപ്പോഴും കാവൽ തേടിയിരുന്നത്. 3 സൂറകൾ പ്രത്യേകമായി കാവൽ തേടാൻ വേണ്ടി ഇറക്കപ്പെട്ട സൂറകളാണ്. തഅബ്ബദ ബിഹിന്ന, ഇവ കൊണ്ടാണ് കാവൽ തേടപ്പെടേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ സൂറ 3 തവണ ഓതണം. ഒരു മനുഷ്യന്റെ കാവലാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറകൾ സുബ്ഹിക്കും ഓതണം, മഗ്രിബിക്കും ഓതണം. ഉറങ്ങുന്ന നേരത്ത് ഖുൽ
ഹുവല്ലാഹു അഹദ് ഖുൽ റബ്ബിൽ ഫലഖ് ഖുൽ റബ്ബിൻ നാസ് ഇവ മൂന്നും ഓതിയിട്ട് കയ്യിലേക്ക് ഊതിയിട്ട് ശരീരം മുഴുവൻ ആവുന്നിടത്തൊക്കെ തടവിയിട്ട് കിടന്നുറങ്ങണം. അത് ഏറ്റവും വലിയ ഹിഫ്ളായിരിക്കും. അതൊക്കെ ആ ഉറക്കം തന്നെ ഇബാദത്താക്കി മാറ്റാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന് സൂറത്തുൽ അസാസ് എന്ന പേരുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദിന്റെ മറ്റൊരു പേരാണ് അടിത്തറ എന്നാണ് അതിന്റെ പേര്. സൂറത്തുൽ അസാസ് അടിത്തറയാണ് ഈ സൂറ. എന്തുകൊണ്ട്? പറയാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിന്റെ മേലാണ് ആകാശഭൂമികൾ നിലനിൽക്കുന്നത്. ആകാശഭൂമികളുടെ നിലനിൽപ്പ് തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതാണ്. അതുകൊണ്ട് അല്ലാഹ് എന്ന പേര് നിലനിൽക്കുന്ന കാലത്തെ ലോകം നിലനിൽക്കുകയുള്ളൂ. ലാ തഖൂമുസ് സഅ ഹത്താ യബ്ഖാ ഫിൽ അർദി മൻ യഖൂലു അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ ഭൂമിയിലുള്ള കാലത്തോളം ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സമയം അല്ലാഹ് പറയാൻ പോലും ഒരാളുണ്ടാവില്ല. അത്രമേൽ അശ്രദ്ധമാവുന്ന ഒരു കാലത്തേക്ക് കടന്നു വരും എന്നാണ്. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് ഭൂമിയുടെയും ആകാശത്തിന്റെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് സൂറത്തുൽ അസാസ് എന്ന പേരുണ്ട്. സൂറത്തുൽ മാരിയ എന്ന പേരുണ്ട്. സൂറത്തുൽ മാരിയ എന്ന പേര് വരാനുള്ള കാരണം എന്താണ്? ഹിയൽ മാരിഅതു മിൻ അദാബിൽ ഖബർ. ഞാൻ പറഞ്ഞല്ലോ, മരിക്കുന്ന നേരത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തോടെ മരിച്ചവന് ഖബർ ശിക്ഷയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി ഖുൽ ഹുവല്ലാഹു അഹദ്. അതുകൊണ്ട് അൽ മാരിഅ ഖബർ ശിക്ഷയെ തടയുന്ന സൂറ എന്ന പേരുണ്ട്. സൂറത്തുൽ മുഹ്ദർ എന്ന പേരുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ അയാളുടെ അടുത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരും. അതുകൊണ്ട് സൂറത്തുൽ മുഹ്ദർ ഹാദിറാക്കുന്ന സൂറ, മലക്കുകളെ ഹാദിറാക്കുന്ന സൂറ എന്നീ സൂറത്തിന്റെ പേരുണ്ട്. സൂറത്തുൽ മുൻഫിറ എന്ന പേരുണ്ട്. 16. എത്രയോ പേര് ഇതൊക്കെ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ ഇതൊക്കെ ഈ സൂറത്തിന്റെ ഫളായിലാണ്. സൂറത്തുൽ മുൻഫിറ വെറുപ്പിക്കുന്ന സൂറത്ത്. അയാളെ വെറുപ്പിക്കുന്നത് ഒരാൾ ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ശൈത്താൻമാർ അയാളെ വെറുത്ത് മാറി നിൽക്കും. ഇനി അയാൾക്ക് അടുത്തേക്ക് വരാൻ കഴിയില്ല. ശൈത്താൻമാർ അയാളുടെ അടുത്തേക്ക് വരാൻ കഴിയില്ല. ശൈത്താൻ മനുഷ്യനെ നന്മയിൽ നിന്ന് തടയാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും. അതുകൊണ്ട് നന്മ തടയാൻ ശൈത്താൻ അടുത്ത് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഖുൽ ഹുവല്ലാഹു അഹദ് സൂറ ഓതലാണ്. സൂറത്തുൽ മുദക്കിറ എന്നതിന് പേരുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സൂറയായതുകൊണ്ടാണ് സൂറത്തുൽ മുദക്കിറ. സൂറത്തുൻ നൂർ എന്നീ പരിശുദ്ധമായ ഖുർആനിൽ ഈ സൂറത്തിന് പേരിന് കാരണം അല്ലാഹു നൂറുസ് സമാവാത്താണ്. ആകാശഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹ്. ആ അല്ലാഹു ആരാണെന്ന് പറഞ്ഞു തരുന്ന സൂറയായതുകൊണ്ട് സൂറത്തുൻ നൂർ. നബി ഞങ്ങൾ പറഞ്ഞു ഇന്നലി കുല്ലി ശൈഇൻ നൂർ, എല്ലാ വസ്തുവിനും ഒരു പ്രകാശമുണ്ട്. വനൂറുൽ ഖുർആൻ, ഖുർആനിന്റെ പ്രകാശമേതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. എത്രയാണ് ഈ സൂറയുടെ ഫളീല. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാൻ ഇങ്ങനെ അധികരിക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ഓരോന്നും പറയുന്നത്. പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അത് ഖുർആനിന്റെ 1/3 എന്ന കാര്യം നമ്മൾ നേരത്തെ ഓർമ്മപ്പെടുത്തി. ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറ ഓതിയാൽ ഖുർആനിന്റെ 1/3 ഭാഗം ഓതിയതുപോലെയായി. സൂറത്തുൽ കാഫിറൂൻ ഇനി പിന്നീട് ചർച്ച ചെയ്യാനുള്ള സൂറയാണ്. ആ സൂറത്തുൽ കാഫിറൂൻ 4 തവണ ഓതിയാൽ അത് തഅദിലു റുബുഅൽ ഖുർആൻ, ഖുർആനിന്റെ 4/1 കടപിടിക്കും എന്നാണ്. ഖുർആനിന്റെ 3/1 സമമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുർആനിന്റെ 4/1 സമമാണ് സൂറത്തുൽ കാഫിറൂൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ആയത്തിന്റെ 1-2 ഈ സൂറയുടെ 1-2 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ. ഉൽ നബിയെ എന്ന് പറയുക ഹുവ 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 ഹുവ. ഇത് വിലായത്തിന്റെ മനുഷ്യർ 3 തരക്കാരായി അല്ലാഹുവിന്റെ വിഷയത്തിൽ. ഒന്ന് والسابقون السابقون. 2 وأصحاب اليمين ما أصحاب اليمين.
ഈ മൂന്ന് വിഭാഗങ്ങളും ഖിയാമത്ത് നാളിൽ വരാനുണ്ട്, ഭൗതികമായ ലോകത്തുമുണ്ട്. അതേതാ? എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് ലയിച്ചിറങ്ങിയ ആളുകൾ. അവർക്ക് മുമ്പിൽ വേറെ ഒന്നുമില്ല, അവർക്ക് മുമ്പിൽ പിന്നെ വേറെ ഒന്നുമില്ല. ഏതുപോലെ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന ഇടത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാളിനെ ഒരു മരത്തിൽ തൂക്കിയിട്ടത്. തൂക്കിയിട്ടപ്പോഴാണ് അറാബി വന്നിട്ട് ആ വാളെടുത്തിട്ട് ആരാണ് എന്നെ തടയാനുള്ളത്? ഞാൻ നിങ്ങളെ അങ്ങ് വെട്ടിക്കൊന്നാൽ ഇപ്പൊ എന്നെ തടയാൻ ആരാളുള്ളത്? നബി തങ്ങൾ ഒരു അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു, എന്നെ അല്ലാഹ് കാക്കുന്ന് പറഞ്ഞപ്പോൾ പറയാനുള്ള ധൈര്യം ആ പറഞ്ഞപ്പോഴാണ് ആ വാള കയ്യിൽ നിന്ന് വീണുപോയത്. സത്യത്തിൽ ഈ അല്ലാഹുവിലേക്കുള്ള ദൂരം കൂടിയതാണ്. അല്ലാഹുവിലേക്ക് ഖൽബ് ലയിക്കലാണ് മുഅ്മിനിന്റെ സ്വർഗ്ഗം എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിയാൽ അതിലപ്പുറം പിന്നെ ആഗ്രഹങ്ങളില്ല. തറത്തുൽ ഖൽഖ തുറം ഫീ റിളാക വൈതംതുൽ ലയാല ലികൈ അറാക. പടച്ചോനേ, നിന്നിലേക്കാണ് എന്റെ യാത്ര, സ്വർഗമല്ല. സ്വർഗം എനിക്ക് ആഗ്രഹമേ അല്ല, നിന്നിലേക്കാണ് എന്റെ യാത്ര. സത്യത്തിൽ സ്വർഗത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഉപാധി വെച്ചുള്ള ഇബാദത്താണ്. സ്വർഗം നൽകാൻ, സ്വർഗം വേണം എന്നത് ആഗ്രഹിച്ച ഇബാദത്ത് ചെയ്യുക എന്നത് ഉപാധിയോടുള്ള ഇബാദത്താണ്. ഇബാദത്തിന്റെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാം. അള്ളാഹുവിന് കടപ്പെട്ടവനാണ് എന്ന വിശ്വാസത്തിലുള്ള ഇബാദത്താണ്. നോക്കൂ നിങ്ങൾ, ഈ ഒരു അള്ളാഹുവിലേക്കുള്ള ദൂരം ഖൽബിൽ കൂടുമ്പോഴാണ് നമ്മുടെ അപകടങ്ങൾ, പ്രയാസങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യൻ മരണത്തെ തെരഞ്ഞെടുക്കുന്നത്, ആത്മഹത്യയിലേക്ക് പോകുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രയാസം നേരിട്ട മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിന്റെ ഭാര്യയായിരിക്കുമ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വ്യഭിചാര ആരോപണത്തിന് വിധേയമാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി, ഒരു പെണ്ണിന് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാര്യം വ്യഭിചാരമാണ്. അത് നബി തങ്ങളുടെ ഭാര്യ പദവിയിലുള്ള ഒരാളായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത് താങ്ങിയിട്ടുണ്ടാവുക? ബദർ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് വഴിയിൽ വെച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി തന്റെ മാല തടയാൻ വേണ്ടി പോകുന്നത്. സഹാബ കിറാമ ഒട്ടകക്കട്ടിൽ അനക്കാതെ, അതിൽ ആളുണ്ടോന്ന് പോലും നോക്കാതെ അവരെ നേരെ അതെടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ചു. അതിലെന്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് അവർ പെരുമാറിയുന്ന ഒരു പെരുമാറ്റത്തിന്റെ പ്രത്യേകത കൂടി അവരുണ്ട്. നബിയുടെ ഭാര്യമാരെടുത്ത് പോയിട്ട് എന്തൊക്കെ വർത്താനം എന്നുള്ള ഒരു വർത്താനം പോലും അവരങ്ങനെയല്ല. അവരത്രയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. ആ ആദരവ് അവർ കൊടുത്തത് കൊണ്ട് തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പൊതുവെ ശരീരം മെലിഞ്ഞവളാണ്, കൊലുന്നവളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാരം അനുഭവപ്പെട്ടില്ല. ഒട്ടകക്കട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ ഭാരം അനുഭവപ്പെടുക. കാരണം മരം കൊണ്ടുണ്ടാക്കിയ വലിയൊരു ഒട്ടകക്കട്ടിൽ, ആ ഒട്ടകക്കട്ടിയിൽ ആയിഷ ബീബി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വഹാബത്തിന് തിരിച്ചറിഞ്ഞാൻ കഴിഞ്ഞില്ല. അവരത് എടുത്തു വെച്ചു, ഒട്ടകപ്പുറത്ത് വെച്ചു, യാത്ര പുറപ്പെട്ടു. സ്വഹാബികളും നബിതങ്ങളും ഒക്കെ യാത്ര പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരിക്കുന്നത് ആയിഷ ബീബി ആ ഒട്ടകക്കട്ടിയിലുണ്ട് എന്നാണ്. നബിതങ്ങൾ മുന്നിലെ ഒട്ടകത്തിൽ യാത്ര ചെയ്യാണ്, സ്വഹാബത്തൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. ഏറെ നേരം യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടൊരിടത്ത് വിശ്രമിക്കാനിരുന്നു. അപ്പോഴാണ് ആയിഷ ബീവി ഒട്ടകക്കട്ടിയിൽ ഇല്ല എന്നുള്ള വിവരം അറിയുന്നത്. അപ്പോഴേക്ക് അവിടെ ആകെ ചർച്ചയായി. അതേസമയം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ മാല തെരഞ്ഞ് നേരെ ഇരുട്ടാൻ തുടങ്ങിയപ്പോൾ യുദ്ധക്കളത്തിന്റെ മധ്യഭാഗത്തേക്ക് ഓടി വന്ന് നോക്കുമ്പോ സ്വഹാബത്തിനെയും കാണാനില്ല, ഒട്ടകക്കട്ടിലില്ല, ഒന്നുമില്ല. ചെറുപ്പക്കാരിയായ പെൺകുട്ടി യുദ്ധക്കളത്തിൽ ഒറ്റപ്പെട്ടു പോവാണ്. ചില്ലാനം വയസ്സല്ലേ ഉള്ളൂ, 10 ചില്ലാനം വയസ്സ് പ്രായമുള്ള മഹദിയായ ഫാത്തിമ ബീവി, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റപ്പെടാണെന്ന് ആലോചിച്ചു നോക്കണം ആ രംഗം. അപ്പോൾ ഉടൻ തന്നെ ഹിജാബ് കൊണ്ട് ശരീരം ഇങ്ങനെ മറച്ചിട്ട് യുദ്ധക്കളത്തിന്റെ നടുവിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്താണ് രക്ഷാണെന്നറിയാൻ? യുദ്ധക്കളത്തിൽ ഏറ്റവും അവസാനം വരുന്നയാള് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ആണ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു എല്ലാവരെയും തൊലിച്ച് അവസാനം വരികയാണ്. വരുമ്പോഴുണ്ട് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയോടെ ഇരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ആയിഷ ആരാണത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സങ്കടം
കൊണ്ട് പറഞ്ഞുപോയി. വേഗം തന്റെ ഒട്ടകപ്പുറത്തേക്ക് കയറിയിരിക്കാൻ വേണ്ടി പറഞ്ഞു. സഫ്വാൻ ഇബ്നു മുഅത്തർ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ താഴെ ഇറങ്ങി ഒട്ടകത്തിന്റെ കയറിങ്ങനെ മുന്നിൽ പിടിച്ച് നടന്നു. ആയിഷ ബീവി ഒട്ടകപ്പുറത്തിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു നടന്നു. കുറച്ചങ്ങോട്ട് നടന്നെത്തിയപ്പോഴേക്ക് മുനാഫിഖീങ്ങളായ ആളുകളൊക്കെ പലതും അവിടെ പറഞ്ഞിരിക്കാൻ. ആ സമയത്താണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ കയറും പിടിച്ച് വരുന്നത്. ചെറുപ്പക്കാരനാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആളുകൾക്കിടയിൽ വലിയ കഥയും പാട്ടുമായി. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ് കഥക്ക് നേതൃത്വം നൽകിയ ഒരു ചെറുപ്പക്കാരി. മണിക്കൂറുകൾ നേരം ഒരു ചെറുപ്പക്കാരന്റെ കൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം. അങ്ങനെയാണ് ആ ചർച്ചകൾക്ക് തീ പൊരി പകർന്നത്. അതിങ്ങനെ പകരുകയാണ്. പക്ഷെ ഈ വിവരം ആയിഷ ബീവി അറിയുന്നില്ല. അങ്ങനെ ഒരു സംഭവം നാട്ടിൽ നടക്കുന്ന വിവരം പോലും ആയിഷ ബീവി അറിയുന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. ആ സംഘം മദീനയിലേക്ക് തിരിച്ചെത്തി. മദീന മുനവ്വറയിൽ എത്തിയതിനു ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. അപ്പോഴൊക്കെ നാട്ടിൽ ഈ വർത്തമാനാണ്. എന്നാലും ആയിഷ ബീവി ചെയ്തത് ശരിയായില്ലട്ട. എന്തെങ്കിലുമൊക്കെ അങ്ങനെ വ്യഭിചാരോപണം കൊടുമ്പിരി കൊള്ള അപ്പോഴും ആയിഷ ബീവി ഇത് അറിയുന്നില്ല. ആയിഷ ബീവി ഇത് അറിയുന്ന രംഗമേലാണ് തന്റെ കുടുംബക്കാരിയായ ഉമ്മു മിസ്താഹ് എന്ന് പറയുന്ന തന്റെ ഇളാമയുടെ വീട്ടിലേക്ക് പോകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അവിടേക്ക് അവരുമായി കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ വേണ്ടി പോയതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ ഉമ്മു മിസ്താഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയാണ് മിസ്താഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഉമ്മയാണ് ഉമ്മു മിസ്താഹ്, ആയിഷ ബീവിയുടെ ബന്ധുവാണ്. അപ്പൊ ഈ ഉമ്മയുമായി ഇങ്ങനെ സംസാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മിസ്താഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ എന്ന് പറഞ്ഞ ആയിഷ ബീവിയുടെ ബന്ധുവായ കുറച്ച് പ്രായമുള്ള ഈ സഹോദരി വീട്ടിൽ നിന്ന് എണീറ്റുകൊണ്ട് എന്തോ എടുക്കാൻ വേണ്ടി ഭാവിച്ച് അങ്ങോട്ട് പോയപ്പോൾ അവിടെ വഴുതി വീണു. വീണപ്പോൾ അവര് പറഞ്ഞു, എന്റെ മിസ്താഹ് നശിച്ചു പോകട്ടെ, എന്റെ മകൻ മിസ്താഹ് നശിച്ചു പോകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് കേട്ടപ്പോൾ നെട്ടിപ്പോയി. ഉമ്മ എന്താണ് ഈ പറഞ്ഞത്? ഉമ്മ മിസ്താഹ് നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? മിസ്താഹ് നിങ്ങളുടെ മകനാണെന്നത് ശരി തന്നെ, പക്ഷേ അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്, അദ്ദേഹം മഹാനാണ്, അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? പാപം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരോട് ചോദിച്ചത് അതാണ്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാനായിട്ടാണ് ആയിഷ, നിങ്ങളെ കുറിച്ച് നാട്ടിലെ വർത്താനം എന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ? എന്ത്? എന്റെ മോനടക്കം, എന്റെ മോൻ മിസ്താഹ് അടക്കം, എന്റെ മകൻ മിസ്താഹ് അടക്കം നിങ്ങളെ കുറിച്ച് പറഞ്ഞെടുക്കാണ് വ്യഭിചാരിയാണെന്ന്. ഞാൻ വെറുതെ വീണതല്ല, അതിന്റെ കുരുത്തക്കെടുകൊണ്ട് വീണതാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റം പറഞ്ഞു. എന്റെ മോന് നിങ്ങളെ വ്യഭിചാരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ വെക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് ഞാൻ എന്റെ മോനെ എന്റെ മകൻ മിസ്താഹ് നശിച്ചു പോകട്ടെ എന്ന് വെറുതെ പറഞ്ഞല്ല. അപ്പോഴാണ് ആയിഷ ബീവി യാഥാർത്ഥ്യം അറിയുന്നത്. എന്നെ കുറിച്ച് അങ്ങനെ പറച്ചിട്ടുണ്ടോ? ആ നാട്ടിലൊക്കെ വർത്താനല്ലേ, ആയിഷ ബീവി നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് കേട്ടതോടുകൂടെ പതിവ്രതയായ അഫീഫത്തായ ഈമാനിക ബോധമുള്ള ചാരിത്ര ശുദ്ധിയുള്ള ഏറ്റവും നല്ല മനസ്സുള്ള ആയിഷ ബീവിയുടെ മനസ്സ് തകർന്നു പോയില്ലേ? ഒരു ചെറിയ പെൺകുട്ടിയാണ് വ്യഭിചാരോപണം ഏൽക്കുകയാണ്, അതും നബിതങ്ങളുടെ ഭാര്യ പദവിയിൽ ഇരിക്കുമ്പോൾ. ആയിഷ ബീവിക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല. വീട്ടിലേക്ക് വന്നു. നബിതങ്ങളുടെ മുഖത്ത് പഴയ പ്രസാദമില്ല, പുഞ്ചിരി കാണാനില്ല. നബിതങ്ങളുടെ പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, ഭാവഭേദങ്ങളുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നേരെ ഭർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും അടുത്തുനിന്ന് പോട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിടുമ്പോ നമ്മുടെ വീട്ടിലുള്ള ഒരു പ്രശ്നം എന്താ അറിയുക? ഒരു 10-40 പവനാണ് ചെലവാക്കി 50 പവനൊക്കെ കൊടുത്തിട്ട് മോളാണ് കെട്ടിച്ചു വിട്ടാൽ പിന്നെ ആ വീട്ടിലേക്ക് അവൾക്ക് മടങ്ങി വരാൻ പറ്റാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഭർത്താവുമായിട്ടൊരു കണക്ഷൻ ഏർപ്പെടുത്തി ഒരിക്കലും തിരിച്ചിങ്ങോട്ട് വരാൻ പാടില്ല. അവിടെ അങ്ങോട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിലും എപ്പോഴെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ, ഒരു പ്രയാസം നേരിടുമ്പോൾ കയറി വരാൻ പറ്റുന്ന ഒരു ഭവനമായിട്ടൊരു ഭവനം ഇവിടെ ഉണ്ടാകും അവർക്ക്.
മാതാപിതാക്കളുടെ അടുത്തേക്ക് തന്റെ പരാതിയുമായി തിരിച്ചു വരാം എന്ന് ഉറപ്പു പറയാൻ പറ്റുന്ന ഒരിടം വേണം. അല്ലാത്തടത്താണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ വീട്ടിലേക്ക് ചെന്നാലും എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്നാക്കും. ഞാൻ വീട്ടിലേക്ക് ചെന്നാലും എന്നെ അവർ സ്വീകരിക്കാൻ തയ്യാറാവും. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ അമ്മക്കും ഉപ്പാക്കും കഴിയില്ല എന്നൊരു പെൺകുട്ടികൾക്കും തോന്നാൻ പോലും പാടില്ല കല്യാണം കഴിഞ്ഞു പോയാൽ. അതിന്റെ നമ്മുടെ ആൺമക്കൾ അനുഭവിക്കുന്നത് പോലെ നമ്മുടെ സ്വത്തിന്റെ ഒരവകാശം അവർക്കില്ലേ, പെൺകുട്ടികൾക്കില്ലേ? അവര് ജീവിച്ചോട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആയിഷ റളിയല്ലാഹു നബിതങ്ങളോട് വന്നിട്ടുള്ള നബിയേ, ഞാനും എന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്തേക്ക് പോകട്ടെ. ആരാണ് ആയിഷ ബീവിന്റെ അമ്മ? ആയിഷ ബീവിന്റെ ബാപ്പയാരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിന്റെ ഉമ്മയാരാണ്? ഉമ്മുറുമ്മാൻ. ഉമ്മുറുമ്മാൻ റളിയല്ലാഹു അൻഹ. ആരാണ് ഉമ്മുറുമ്മാൻ? മൻ സർറഹു അൻ യൻദുറ ഇലാ ഇംറാത്തിൻ മിൻ അഹ്ലിൽ ജന്ന ഫൽയൻദുർ ഇലാ ഉമ്മുറുമ്മാൻ. സ്വർഗ്ഗത്തിലൂടെ നടക്കുന്ന ഒരു പെണ്ണിനെ കാണാൻ, ദുനിയാവിൽ വെച്ച് സ്വർഗ്ഗത്തിലൂടെ നടക്കുന്ന ഒരു പെണ്ണിനെ കാണണോ? എന്നാൽ അയാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ ഉമ്മുറുമ്മാനെ നോക്കട്ടെ. മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവിന്റെ ഉമ്മ ഉമ്മുറുമ്മാൻ ബീവിയാണ്. ആയിഷ ബീവിന്റെ ഉപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും ആയിഷ ബീവിയോട് വലിയ സ്നേഹമുള്ള ആളുകളാണ്. ഞാൻ ഉമ്മാന്റെ അടുത്ത് പോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മാന്റെ അടുത്തേക്ക് പോവാൻ അനുവാദം കൊടുത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറി ചെന്നത്. എന്തേ മോളെ? ഉപ്പാ, എന്നെ കുറിച്ച് നാട്ടിൽ പറയുന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു മോളെ. എന്നിട്ട് എന്തേ ഉപ്പ എന്നോട് പറയാതിരുന്നത്? മോളെ വിഷമിക്കരുതല്ലോ. അങ്ങനെ മോളെ സ്വീകരിക്കുകയാണ്. ഉപ്പയോട് പറയാണ്, ഉപ്പാ വല്ലാഹി ലാ അഖുലു വലാ അസ്റബു സറാബ്. ഇനി എനിക്ക് വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എന്നെ വ്യഭിചാരം ആരോപിക്കപ്പെട്ടവളാണ്. എന്തിനാണ് ആയിഷയെ ജീവിച്ചിരിക്കുന്നത്? ആയിഷയെ കുറിച്ച് നാട്ടുകാർ മുഴുവൻ പറയുന്നത് എന്താണ്? ഉപ്പാ, എനിക്ക് ഇനി ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകും. തിരിച്ചു വരുമ്പോ ആയിഷ ബീവി എന്റെ മോള് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ചുരുണ്ട് കൂടിയിട്ട്. ഞാനിങ്ങനെ ഇടക്ക് ഒന്ന് കാലുകൊണ്ട് തട്ടിയിട്ട് നോക്കും. എന്തിന്? അഹിയ ഹയ്യ, ജീവൻ പോയിട്ടൊന്നുമില്ലല്ലോ. ഉമ്മുറുമ്മാൻ ബീവി നിർബന്ധിച്ചിട്ട് ഒരല്പം വെള്ളം, ജീവൻ നിലനിർത്താനുള്ള വെള്ളം മാത്രം ആയിഷ ബീവി കുടിക്കും ദിവസങ്ങളോളം. ഇനി നമ്മളിവിടെ വായിക്കേണ്ട ഒരു ഭാഗം എന്താ? നമ്മൾ പറയില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തൊരു ഭാഗ്യമായിരുന്നു. ഞാൻ എന്താ പറയാറിയോ? ഞാൻ പറയാനല്ല, നമ്മൾ പറയേണ്ട എന്താ അറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്ത് നമ്മൾ ആവരുതായിരുന്നു. കാരണം അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം അലങ്കരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനമാണ് സിദ്ദീഖ്. നമ്മളെ കൊണ്ട് കഴിയില്ല. എന്തുകൊണ്ട്? മോള് വ്യഭിചാരാരോപണത്തിന് വിധേയായിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കിക്കാണ് റസൂലുള്ളാഹി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരുമകനാണ്. അമ്മോശനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 5 വക്ത് നിസ്കരിക്കാൻ അമ്മോശൻ പള്ളിയിൽ വരിക, മരുമകൻ ഇമാമത്ത് വെക്കുക. മോള് പെരിയിൽ ഒരു തുള്ളി വെള്ളം കുടിച്ചാതിരിക്കുക. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യാം? അല്ല, എന്താ തീരുമാനം? എന്റെ കുട്ടി ഒരു തുള്ളി വെള്ളം കുടിക്കുന്നില്ല, ഒരു തുള്ളി ഭക്ഷണം കഴിക്കുന്നില്ല, വ്യഭിചാരോപണം പറഞ്ഞൊന്നും പറഞ്ഞിട്ടാണ്. നിങ്ങൾ എന്താ ഒരു തീരുമാനം പറയാത്തെന്ന് ചോദിക്കൂലേ? അത് പോയിട്ട് ആയിഷ ബീവിയുടെ സംഭവത്തിൽ നബി തങ്ങളോട് എന്ത് എന്നുകൊണ്ട് സുദ്ദീഖ് മിണ്ടിയാണ്. നിസ്കാരത്തിന് വരും, റസൂലുള്ളാഹിനെ കാണും, സാധാരണ പോലെ പുഞ്ചിരിക്കും, സലാം പറയും, സംസാരിക്കും. സുദ്ദീഖ് വീട്ടിലേക്ക് പോകും. ഒരു അരിശം, ഒരു ഭാവഭേദം, ഒരു പ്രകടനത്തിലെ മാറ്റം ആ 40 ദിവസം സുദ്ദീഖ് തങ്ങളിൽ നിന്നുണ്ടായില്ല. ഇല്ല, അവിടെയാണ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുല്യനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ സൗറിൽ ഇരിക്കുന്ന നേരത്ത്, സൗർ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുന്ന നേരത്ത് സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. ശത്രുക്കൾ ഇങ്ങനെ വന്ന് വാളിങ്ങനെ കാണാൻ, ഗുഹായുടെ ഉള്ളിൽ 2 പേരും ഒറ്റയ്ക്കിരിക്കുമ്പോ ശത്രുക്കൾ അങ്ങനെ കാണാണ്.
നമ്മളാണെങ്കിൽ എന്താ പറയാ, നബി നിങ്ങൾ പറഞ്ഞില്ല 70,000 ചിറകുള്ള ഒരു മലക്കുണ്ട്, ആ മലക്കിനെ എപ്പോഴും വിളിച്ചാല് നമ്മളാണെങ്കിൽ എന്താ പറയാ, ആ 70,000 മലക്കുകൾ ചിറകുള്ള മലക്കില്ലേ, ആ മലക്കിനൊക്കെ എപ്പോഴല്ലാതെ എപ്പോഴാ വിളിക്കുക, നമുക്കൊന്ന് അറ്റാക്ക് ചെയ്യാം, ഇവരൊന്ന് ബ്ലോക്ക് ചെയ്യണ്ടേ? ചോദിച്ചില്ലല്ലോ സുബൈക്കറിയമാണ്. മുമ്പ് ആകെ ഒരു വിഷമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ കൊല്ലപ്പെട്ടാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുരക്ഷിതനായിരിക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വ്യഭിചാരോപണത്തിന് വിധേയയായത് ചെറിയ പ്രായത്തിലാണ്. നബി തങ്ങളുടെ ഭാര്യ പദവിയിൽ ഇരിക്കുമ്പോഴാണ്, സുദ്ദീഖ്ങ്ങളുടെ മോളായിരിക്കുമ്പോഴാണ്. നാട്ടിലൂടെ നടക്കുന്ന ഏതെങ്കിലും ഒരു തോന്നിവാസിയായ പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് കുഴപ്പമുണ്ടാവില്ല. എന്നാൽ പതിവ്രതയായ നല്ലവളായ ഒരു പെൺകുട്ടിയെ കുറിച്ച് വ്യഭിചാരോപണം വന്നാൽ മനസ്സ് തകരൂലേ? +2 പരീക്ഷ എഴുതുമ്പോൾ ആ കോപ്പി പിടിച്ചപ്പോഴാണ് ആ പെൺകുട്ടി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് ഉത്തരത്തിൽ കയറിട്ട് തൂങ്ങി മരിച്ചത്. ഒരു മുസ്ലിം പെൺകുട്ടി ഇക്കൊല്ലം +1 പരീക്ഷ എഴുതുമ്പോ സാറ് കോപ്പി പിടിച്ചതാ. അത് നാലാണെങ്കിൽ മാനക്കേടായില്ലേ? ഇതൊരു നാട് മുഴുവൻ വ്യഭിചാരം പറഞ്ഞപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കുതാണ്. എന്തിനാണ് പറയുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹുവിന്റെ അഹദിയ്യത്ത്, ആ അസ്സാബിഖൂൻ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ അല്ലാഹ്, ആ അല്ലാഹനെയാണ് ഖുൽ ഹുവല്ലാഹു അത് ആദ്യം പറയുന്നത്. ഖുൽ ഹുവ, ഹുവയിലുണ്ട് ഹുവ, അവർക്കത് മതി. ഖുൽ ഹുവ, ഇവിടെ ഒന്നേ ഉള്ളൂ അടിസ്ഥാനമായി, അത് ഹുവയാണ്. ഹുവയാണ് ഏത്? ഹുവ. അവരുടെ അവരുടെ മനസ്സിൽ എന്തേ ഉള്ളൂ? ഹുവ. അപ്പോൾ അവർ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലും പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മുഴുവൻ അവർ ചൊല്ലുന്നത് കാണാൻ കഴിയില്ല. അവർ ഹുവ 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 ഹു ഹു ഹു, അവർക്ക് അതേ വേറൊന്നുമില്ല. ഹുവയുള്ളൂ, വേറൊന്നും അവർ കാണുന്നേ ഇല്ല. വേറൊന്നും അവർ കാണുന്നേയില്ല. വേറെ ഒന്നും അവർ കാണുന്നേയില്ല. അങ്ങനെ ചിന്തിച്ച് വന്നപ്പോഴാണ് ഹല്ലാജ് പറഞ്ഞു പോയത്, അലൽ ഹഖ്, ഞാൻ തന്നെയാണ് അല്ലാഹ്, ഞാൻ തന്നെയാണ് അല്ലാഹ് എന്ന് പറഞ്ഞു പോയി ഹല്ലാജ്. അത് അപകടമായ വാലായിരുന്നു. കാരണം മുമ്പിൽ വേറൊന്നും കാണുന്നില്ല എന്നൊരവസ്ഥയിലെത്തിയതാണ്. അദ്ദേഹത്തെ വധിക്കാൻ അന്ന് ഒപ്പിട്ട് കൊടുത്തത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ പിന്നീട് കടന്നു വന്ന മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നതായി, ഹല്ലാജെ കൊല്ലുന്നാൽ അന്ന് ഞാനുണ്ടെങ്കിൽ അവരെ കൈപിടിച്ചേനും ഞാനെന്ന് ചെന്നോ. ഹല്ലാജ് വധിക്കുന്ന നേരത്ത് ഞാനെന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവരെ വധിക്കാൻ നിയമമിട്ടവരോട് ഞാൻ പറയുമായിരുന്നു, ഹല്ലാജ് വധിക്കരുതേ, അല്ലാഹുവിലെന്ന് ലയിച്ചു പോയതാണ്. വേറൊന്നും മനുഷ്യന് കാണുന്നേയില്ല, വേറൊന്നും കാണുന്നേയില്ല. നിസാമിയ സർവകലാശാലയിലെ അധ്യാപകൻ ഒരു പണി ചെയ്തു. തന്റെ വിദ്യാർത്ഥികളെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഫിഖഹിന്റെ ക്ലാസ് നല്ലപോലെ പഠിപ്പിച്ചതല്ലേ? അതെ. അറബിന്റെ മസ്അലയൊക്കെ ഞാൻ ശരിക്കും പഠിപ്പിച്ചതല്ലേ? അതെ. എന്നാൽ ഞാൻ നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു പക്ഷിയെയും ഒരു കത്തിയും തരാം. ആരും കാണാത്തൊരിടത്ത് കൊണ്ടുപോയി ഇതിനെ അറുത്തിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഓരോ കുട്ടികളും അവരുടെ കയ്യിൽ കിട്ടിയ പക്ഷികളും അറുക്കാനുള്ള കത്തികളുമായി ക്യാമ്പസിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി. എന്ത് ചെയ്യണം? ആരും കാണാത്തടത്ത് കൊണ്ടുപോയി അറുക്കണം. എല്ലാവരും പലയിടങ്ങളിൽ കൊണ്ടുപോയി, ആരും കാണാത്തടത്ത് കൊണ്ടുപോയി ഈ പക്ഷികളൊക്കെ അറുത്തെടുത്ത് കൊണ്ടുവന്നു. കുട്ടികളൊക്കെ തിരിച്ചു. എല്ലാവരും അറുത്തത് പരിശോധിച്ചു, അറുത്ത രൂപം പരിശോധിച്ചു. കുട്ടികളൊക്കെ ആരും ആരെയും കാണിക്കാതെ അറുക്കണം എന്നാണ് പറഞ്ഞത്. കാരണം ഒരാൾ കാണാൻ പാടില്ല. അറബിന്റെ മസാല ശരിക്കും പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ എല്ലാവരും അറുത്ത മൃഗം ഈ പക്ഷികളുമായിട്ട് തിരിച്ച് ഉസ്താദിന്റെ അടുത്തെത്തി. ഒരു കുഞ്ഞുമോനെ മാത്രം കാണാനില്ല. അറക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നില്ല. മോനെ കത്തിയും കാണാനോ, ഓനെ പക്ഷിയും കാണാനോ, മോനെയും കാണാനില്ല. ഒരുപാട് നേരം കഴിഞ്ഞിട്ടുണ്ട്. ആ മോന് ജീവനുള്ള പക്ഷിയുമായി കത്തിയുമായി മടങ്ങി വരുന്നു. അപ്പൊ നീ അറുക്കാൻ പഠിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അറുക്കാൻ അറിയാം, പക്ഷെ രണ്ടാമത് പറഞ്ഞ കണ്ടീഷൻ എനിക്ക് സാധിക്കുന്നില്ല. അതെന്താന്ന് ചോദിച്ചു. രണ്ടാമത് പറഞ്ഞ കണ്ടീഷൻ എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എവിടെയും കാണാത്ത, ആരും കാണാത്തിടത്ത് പോയി അറുക്കണമെന്ന് പറഞ്ഞില്ലേ? ആരും കാണാത്ത ഒരിടമില്ല.
കുഞ്ഞുമോന്റെ പേരാണ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അതായിരുന്നു 10 വയസ്സുകാരനായ 12 വയസ്സുകാരനായ അബ്ദുൽ ഖാദിർ. അപ്പൊ ഞാൻ പറയുന്നത്, വ്യഭിചാരോപണത്തിന്റെ ഏറ്റവും വലിയ മൂർധന്യമായ പ്രയാസം ഏറ്റപ്പെടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ജീവിക്കാൻ അനുവദിച്ച ഒരു നാമം ഏതായിരുന്നു? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. എനിക്ക് എന്റെ അല്ലാഹ് മതി, എന്റെ അല്ലാഹ്ക്കറിയാം ഞാനൊരു തെറ്റും ചെയ്തില്ല, അതെന്റെ റബ്ബ് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ആ ഈമാനിന് അല്ലാഹ് കൊടുത്ത പരിഹാരമാണ് 20ഓളം ആയത്തുകൾ. മഹദിയായ സൂറത്തുൻ നൂറിലെ ആദ്യത്തിലെ ആയത്തുകൾ മുഴുവൻ ഇന്നല്ലദീന ജാഉ മിൻ ഇഫ്കി ഉസ്ബത്തും മിൻകും. ഇന്നും ആയിഷ ദേവിയുടെ മദ്ഹ് പറയാണ് ഖുർആൻ. ആ അല്ലാഹുവിലേക്ക് ലയിച്ചവർ ഹുവയിലെ പുൽ ഹുവ ഹുവ അവർ ഹുവയിൽ ലയിച്ചവരായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു വിഭാഗം വസ്ഹാബുൽ യമീൻ, കുറച്ച് ഒക്കെ ഈമാൻ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം. അവർ ഹുവല്ലാഹ്, അവർ ഹുവല്ലാഹിലാണ്. ഇനി സാധാരണമായ ഒരു അവസ്ഥയിലുള്ള ആളുകൾ അവർക്ക് 3 വേണം. ഹുവല്ലാഹു അഹദ്, ഹുവല്ലാഹു അഹദ്. ഈ 3 കാര്യങ്ങളും മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നു. ഇനി ഒരു കാര്യം, എവിടെ അല്ലാഹു? ഒരു ചോദ്യം നമുക്കിടയിലുള്ള സാധാരണ ചോദ്യം. നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കും, അല്ലാഹ് എവിടെയുള്ളത്? അല്ലാഹ് എവിടെയുള്ളത്? എങ്ങനെയുള്ള അതിന് മറുപടി അറിയാം? അല്ലാഹ് എവിടെയുള്ളത്? നമ്മൾ എല്ലായിടത്തും ഒന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ? അള്ളാഹു സർവ്വവ്യാപിയാണ് എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ അറിയാം? അള്ളാഹുവിന്റെ ഇൽമു എല്ലായിടത്തും ഉണ്ടെന്നാണ്. അല്ലാതെ അള്ളാഹു ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് മുത്തജസ്സി ആയില്ലേ? അള്ളാഹ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ദാത്ത് ഉണ്ടായില്ലായി, അള്ളാഹ്ക്കിന്റെ ഒരു ദാത്ത് ഇവിടെ ഉണ്ട് എന്നായില്ലേ? അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്നല്ല. അള്ളാഹു എവിടെ ഉണ്ടെന്ന് എവിടെയെന്ന് ചോദിക്കാൻ പറ്റൂല. എവിടെ എന്നത് മക്കാന, അള്ളാഹ് എവിടെ എവിടെയെന്ന് ചോദിക്കാൻ പറ്റൂല അള്ളാഹിനെ കുറിച്ച്. കാരണം എവിടെ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സ്ഥലം വേണം. ആ സ്ഥലം ഏതാണ്? ഹാരിത, പുതുതായി ഉണ്ടായത് സ്ഥലം. പുതുതായി ഉണ്ടായത്, പുതുതായി ഉണ്ടായത് എവിടെയെന്ന് ചോദിക്കാൻ പറ്റില്ല. അള്ളാഹ് പണ്ടേ ഖദീമാണ്, അവൻ തുടക്കമില്ല, അനാദിയാണ്. തുടക്കമില്ലാത്ത അള്ളാഹിനെ കുറിച്ച് നമ്മൾ ചോദിക്കാണ് അള്ളാഹ് എവിടെ? എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെ പറയാം? ഏഷ്യയിലും. അത് പുതിയ ഉണ്ടായതല്ലേ? ഭൂമി പിന്നെ ഉണ്ടായതല്ലേ? ലോകത്തിന്റെ വിസിബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് 5% എന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഏത്? മിൽക്കി വേ അടക്കമുള്ള താരാപഥങ്ങൾ, ഗാലക്സികൾ മുഴുവൻ അടങ്ങുന്ന ഇന്ന് ശാസ്ത്രം കണ്ടെത്തിച്ച ഈ ലോകം വെറും 5% ആയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എത്ര സ്വൈറാണ്? എവിടെയാണ് നമ്മൾ കിടക്കുന്നത്? ഒരു നക്ഷത്രം, സൂര്യനെ പോലെ കോടാനക്കൂടി നക്ഷത്രങ്ങളുടെ ഒരു താരാപഥം, അങ്ങനെ എത്രയോ താരാപഥങ്ങൾ. അതിന്റെ ഉള്ളിലെ ചെറിയ, ഇതിൽ തന്നെയുള്ള 8-9 ഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഗ്രഹത്തിലെ ഏതോ ഒരു പോയിന്റിലെ എത്രയോ ചെറിയ ഒരു അണുമണിയാണ് നമ്മൾ. പക്ഷെ നമുക്ക് യുണീക്ക് ഐഡന്റിറ്റി കോഡ് ഉണ്ട്. നമുക്കൊരു കോഡുണ്ട്. ആ കോഡ് വേറെ ആർക്കുമില്ല. ആ കോഡ് അള്ളാഹു നമുക്ക് തന്നതാണ്, നമ്മളെ തെളിയിക്കാൻ. അത് നമ്മൾക്ക് മാത്രമേ ഉള്ളൂ ആ കോഡ്, മൃഗങ്ങൾക്കില്ല. ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മളുടെ പള്ളിയുടെ മുമ്പിലൂടെ ഒരു മൃഗം നടന്നു പോയി എന്ന് വിചാരിക്കും. ആ മൃഗത്തിന്റെ കാലടിപ്പാട് നോക്കിയിട്ട് ഒരു പശുവിന്റെ കാലടിപ്പാടാണ്. അത് ഏത് പശുവാണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല. എന്നാലും നമ്മുടെ വീട്ടിലൊരു മോഷണം നടന്നു എന്ന് വിചാരിക്കാം. അവിടെ ഒരു വിരൽ തുമ്പിന്റെ അംശം കിട്ടിയാൽ ആ വിരൽ തുമ്പിൽ നിന്ന് അതാരാണ്, എവിടത്തെ കാരനാണ് കണ്ടോ നിങ്ങൾ? ഒന്ന് യുണീക്ക് കോഡ് നമുക്ക് മുഴുവൻ അല്ല തന്നു, മനുഷ്യൻ അല്ല തന്നതാണ്, നമ്മുടെ കോഡാണ്. അത് എത്രയുള്ളൂ? വെറും ഒരു ചെറിയ ഒരു വിരൽ തുമ്പിന്റെ ചെറിയ ഒരു അംശത്തിലാണ് അള്ളാഹു ആ കോഡ് ഫിറ്റ് ചെയ്തത്. എത്ര അത്ഭുതം! അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. വിരൽ തുമ്പിനെ പറയുന്നുണ്ട് ഖുർആൻ. ഈ വിരൽ തുമ്പിലെ ചെറിയ ഒരു ഭാഗത്ത് എല്ലാ മനുഷ്യന്മാർക്കും ഡിഫറന്റ് ആണ്. നിങ്ങൾ ഒരാളെ ഫോൺ എനിക്ക് തുറക്കാൻ പറ്റില്ല, ഫിംഗർ പ്രിന്റ് ലോക്കഡാണ്. മരിച്ച മയ്യത്തിന്റെ
ഫിംഗർ പ്രിന്റ് മിസ്സായ എന്താ ചെയ്യുക? ഫോൺ തുറക്കാൻ ഒരു നിവൃത്തിയില്ല. വേഗം കൊണ്ടുപോയിട്ട് മരിച്ച ആളെ കൊണ്ട് തുറപ്പിക്കല്ലാതെ നിവൃത്തിയില്ല. ഇനി മരിച്ചാൽ അത് വർക്ക് ചെയ്യില്ലേ എനിക്കൊട്ട് അറിയില്ലല്ലോ. ജീവൻ ഉള്ളപ്പോഴേ ഈ ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യുള്ളൂ, മരിച്ചാൽ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. ഫിംഗർ പ്രിന്റ് എല്ലാവർക്കും വന്ന വ്യത്യസ്ത ഫിംഗർ പ്രിന്റ് തന്നെയാണ്. അതിന്റെ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത ഹിസാബാണ്. എന്നാലും മറ്റു ജീവികൾക്കോ ഓലെ ഹിസാബ് കഴിഞ്ഞാൽ ഓല് കഴിഞ്ഞു കൂനും തുറാവ നിങ്ങൾ നന്നായിക്കൂടി, ഓൽക്ക് പ്രശ്നമില്ല. നമ്മളാ അനുഭവിക്കേണ്ടത്. നമുക്ക് യുണീക്ക് കോഡാണ്. എന്നോട് അടുത്തൊരാള് ഉംറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എന്റെ സ്ഥാപനത്തിൽ വന്നിട്ട് കുട്ടികൾക്കൊക്കെ ഭക്ഷണം തന്നു. സ്ഥാപനത്തിൽ വന്ന 250 കുട്ടികൾക്ക് ബിരിയാണിയും ഭക്ഷണമൊക്കെ തന്ന് വേർക്കാൻ പറഞ്ഞു. എന്റെ എനിക്ക് ഉംറ ചെയ്ത് പോരാണ്. 10-20,000 റുപ്യൊക്കെ മുടക്കിയിട്ട് ബിരിയാണി തന്നിട്ട് കുട്ടികൾക്കൊക്കെ വേർപ്പിച്ച് ഉംറക്ക് പോകാൻ മാത്രം നിങ്ങൾക്ക് എന്താ ഉംറക്ക് തടസ്സം ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ സൗദിയിൽ നിന്ന് ഷോർട്ട ഒരു വട്ടം എനിക്ക് ഗുരു പഠിച്ചിട്ട് പിന്നെ കയറ്റി വിട്ടതാണ്. അതുകൊണ്ട് ഇപ്പം ചെല്ലുമ്പോ ഈ നിയമപ്രശ്നം നേരിട്ടിട്ട് നിങ്ങൾ കയറണ്ടാന്ന് എനിക്ക് എൻട്രി നിഷേധിച്ച പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു, അയാൾ ഉംറയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കാണാൻ വേണ്ടി വന്നത് എന്തെങ്കിലും തടസ്സം ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ്, ഞാൻ ചെന്ന് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എന്റെ കൂട്ടത്തിലുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ പോയി. അവസാനം ഞാൻ കയറാൻ വേണ്ടി ഇങ്ങനെ ചെന്നു. എന്നോടിന്റെ ഫിംഗർ അവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഇങ്ങനെ വെച്ചപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് ധ്യാനല്ല, നിങ്ങൾ അപ്പുറത്തൂടെ വരുന്നത്. എന്നെ വേറെ വൈക്കപ്പുറ കൊണ്ടുപോയി. അവിടെ സ്വത്തങ്ങനെ കൂടിയിരിക്കുക. ഓര് എന്നോട് ചോദിച്ച്, എന്തിനാ വന്നത്? 10-15 കൊല്ലം മുമ്പ് ഹുറു പഠിച്ച് പോയതല്ലേ ഒരു ചോദിച്ചു. ഞാൻ എന്റെ വിരൽ തുമ്പ് അവിടെ വെച്ചപ്പോഴേക്കും 15 കൊല്ലം മുമ്പ് ജിദ്ദ എയർപോർട്ട്, ജിദ്ദയിൽ നിന്ന് എന്നെ കയറ്റി വിട്ടതാണ്. ഞാൻ 15 കൊല്ലം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് എന്റെ വിരൽ വെക്കുമ്പോഴേക്ക് എന്റെ ഡീറ്റെയിൽ മുഴുവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഏത് രാജ്യക്കാരനാണ്, ഏത് ജില്ലക്കാരനാണ്, ഏത് സംസ്ഥാനക്കാരനാണ്, ഏത് പ്രദേശത്തുകാരനാണ്, എന്റെ ഹിസ്റ്ററി ആ രാജ്യവുമായി ബന്ധപ്പെട്ടത് എന്താ, എത്ര പെട്ടെന്ന് കഴിഞ്ഞ് ഒരു വിരൽ വെച്ചു മുഴുവനും കിട്ടി. ഇത്രയുള്ളൂ. ഹിസാബിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇത്രയുള്ളൂ. ഹിസാബിന്റെ കാത്തിരിപ്പാണ് വലുപ്പം. ഹിസാബ് പെട്ടെന്ന് കഴിയും. ഹിസാബ് പെട്ടെന്ന് കഴിയും. അല്ലാതെ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും നിർത്തിയിട്ട് 2021 ജനുവരി 4 എന്താ ഇത്, 2024 ജനുവരി 2 എന്താ ഇത്, അത്ര ഹിസാബില്ല. ഹിസാബിനുള്ള കാത്തിരിപ്പാ കൂടുതൽ. 50,000 കൊല്ലമൊക്കെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഹിസാബ് തുടങ്ങാനാണ്. ലാസ്റ്റ് നിബിധങ്ങളോട് നമ്മൾ പറയുന്നത്, നബിയെ ഹിസാബ് തുടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹിസാബ് തുടങ്ങിയ പെട്ടെന്ന് കഴിയും, റിസൾട്ട് പെട്ടെന്ന് വരും. കണ്ടിട്ടില്ലേ? പിന്നെ ലിസ്റ്റിന് വരൂലേ എന്നതുപോലെ എത്ര ആ സംവിധാനങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് ഈ കയ്യിന്റെ ഒരു വിരൽ തുമ്പിലെന്നോ. ഈ വിരൽ തുമ്പ് പോലെ വേറൊരാളതുമില്ല. ഒരു വലിയ ഏരിയ ആണെങ്കിൽ പോട്ടെ, അത്രയില്ല. ഒരു ചെറിയ ഒരു സ്ക്വയർ. നമ്മുടെ ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യുന്ന മൊബൈലിന് എത്ര സ്പേസ് ഉണ്ട്? ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യാൻ ഒരു ഇത്ര സ്പേസ്. അതിൽ 800 കോടി ചിത്രങ്ങളെന്ന വ്യത്യസ്തമാക്കി വരച്ചു നമുക്ക് കഴിയും. 800 കോടി ജനങ്ങൾക്കുണ്ട്. ഒരാളുടെ ഫിംഗർ പ്രിന്റ് കൊണ്ട് വേറൊരാളുടെ തുറയില്ല. ഇത്ര ചെറിയൊരു സാധനം, ഈ മൈന്യൂട്ട് ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ് എനിക്കല്ലാതെ തുറക്കാൻ കഴിയില്ല. നീ ഇരിക്കുന്ന പള്ളിയിൽ എത്ര ആൾ, ഇത്ര ചെറിയ ഒരു പോയിന്റില് എത്ര ചിത്രം നമുക്ക് വരയ്ക്കാൻ പറ്റും? എത്ര ചിത്രം വരയ്ക്കാൻ പറ്റും? അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും 1 സെന്റിമീറ്റർ സ്ക്വയറിൽ നമ്മൾ എത്ര ചിത്രം വരച്ചു? ഓരോരുത്തരും ഡിഫറൻസ്, അറ്റർലി ഡിഫറൻറ്റ്. അവിടെയാണ് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഹിസാബിൽ വിചാരണക്ക് കൊണ്ടുവരും. നമുക്ക് യുണീക്ക് കോഡാണ്. മരിച്ചാൽ ജീവിപ്പിക്കുമോ എന്ന് ചോദിച്ചതിന് അള്ളാഹ് മറുപടി പറഞ്ഞത് വിരൽ തുമ്പ് നോക്കണമെന്ന്. മരിച്ചുപോയാൽ പിന്നെ മടക്കമില്ല ഇന്ന് നീ കരുതുന്നുണ്ടോ? എന്താണ് നീ നിന്റെ വിരൽ തുമ്പൊന്ന് നോക്കാത്തത്? കണ്ടില്ലേ? മരിച്ച തിരിച്ചു പോണോ? അള്ളാഹ് നമ്മളെ കൊണ്ടുപോവോ? എന്താണെങ്കിൽ എന്റെ വിരൽ തുമ്പൊന്ന് നോക്കേ. അതേപോലെ 800 കോടി ജനങ്ങൾ ലോകത്തില്ലേ. ഈ ഒരു ചിത്രം വേറൊരാളെ കയ്യുമുണ്ട ഇല്ല. നോക്കിയാലോ എല്ലാവർക്കും ഒരേ മാതിരിയാ. എന്നാ വെച്ചാലും ഫുള്ള് യുണീക്ക്, എല്ലാം പറ്റും.
അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കാണ്. അപ്പോ അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ അള്ളാഹു തആല എവിടെയെന്ന് ചോദിക്കാൻ പാടില്ല. എവിടെ എന്നത് ഹാദിസാണ്. എവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന എവിടെയാണ്. എവിടെ എന്ന് പറയുന്ന ഒരു സ്ഥലം പറയണം. ഇതാ ബാപ്പ എവിടെ? പള്ളിയിൽ. പള്ളിയിൽ എന്ന് പറയുന്നത് അപ്പൊ പള്ളി ഹാദിസാണ്. അള്ളാഹു എവിടെ? അള്ളാഹു പള്ളിയിൽ. പള്ളി ഹാദിസാണ്. പള്ളിയിൽ ഉണ്ടാവില്ല. അള്ളാഹു ഭൂമി. ഭൂമി ഹാദിസാണ്. അള്ളാഹ് ഉണ്ടാക്കിയതാണ്. അള്ളാഹു പ്രപഞ്ചത്തിൽ. പ്രപഞ്ചത്തെ അള്ളാഹ് ഉണ്ടാക്കിയതാണ്. പിന്നെ നമുക്ക് എവിടെ എന്ന് പറയാൻ വേറെ എവിടെ എന്തെങ്കിലും അറിയും ഇല്ല. അതുകൊണ്ട് എവിടെ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. എവിടെയെന്ന് പറയാൻ പാടില്ല. അടുത്തത് വേറും അള്ളാഹ് ആകാശത്താണ്. അതുകൊണ്ടാണ് കയ്യെ മേലെ കൊണ്ടിച്ച് അങ്ങനെ പറയാൻ പറ്റൂല. ആകാശം ഹാദിസാണ്. ആകാശം അള്ളാഹ് ഉണ്ടാക്കിയതല്ലേ. അള്ളാഹ് ഉണ്ടാക്കിയോട് പിന്നെ അള്ളാഹ് വന്നിരുന്നു. അത് ശരിയാണ്. പിന്നെന്താണ്? നിസ്കരിക്കുന്നത് കഅബയിലേക്കാണ്. അതുകൊണ്ട് കഅബന്റെ ഉള്ളിൽ അള്ളാഹ് ഉണ്ടായതുകൊണ്ട് അല്ല. ചില ധാരണകൾ നമ്മൾ തിരുത്താൻ വേണ്ടിയിട്ട് പറയാം. കഅബ നിസ്കരിക്കാൻ അള്ളാഹു ഒരു ഡയറക്ഷൻ തന്നു. അത് ഖിബലയാണ്, കഅബയാണ്. ദുആ ചെയ്യാൻ അള്ളാഹു ഒരു ഡയറക്ഷൻ തന്നു. അത് ആകാശമാണ്. അല്ലാതെ അവിടെ അള്ളാഹ് ഉണ്ടായതുകൊണ്ടല്ല. ചോദിക്കുമ്പോ ദുആയുടെ ഡയറക്ഷൻ സമാവാച്ചാക്കി, ഇബാദത്തിന്റെ ഡയറക്ഷൻ കഅബയാക്കി. അവിടേക്ക് അള്ളാഹ് ഉണ്ടായതുകൊണ്ടല്ല. അതൊക്കെ അള്ളാഹുവിന്റെ ശിആറുകൾ മാത്രമാണ്. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താൻ. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്നു, ഒരു സിന്ദിയക്കായ നിരീശ്വരവാദി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല റഅയ്ത റബ്ബക, അല്ല അബൂ ഹനീഫ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ റബ്ബിനെ ആരാധിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ലാ തുദ്രികുൽ അബ്സാർ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവനാണ് എന്റെ റബ്ബ്. അയാൾ ചോദിച്ചു, നിങ്ങൾ റബ്ബിനെ കേട്ടിക്കണോ? മണത്തോക്കിക്കണോ? തൊട്ടോക്കിക്കണോ? അത് നമസ്ത തൊട്ടോക്കിക്കണോ? അപ്പൊ പറഞ്ഞു, ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹനെ പോലെ ഒന്നുമില്ല മോനെ. ഇങ്ങനെയൊന്നും അല്ലാഹനെ കുറിച്ച് പറയാൻ പറ്റില്ല. എന്ത്? അല്ലാഹനെ തൊട, അല്ലാഹനെ കാണാൻ ഒരാൾക്ക് മനസ്സിലാക്കാൻ ഇതൊക്കെയല്ലേ വഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞാലോ? അപ്പോഴാണ് മഹാനായ അബൂ ഹനീഫ ഇമാം പറഞ്ഞത്, ഹൽ അൻത മാഖൂൽ, നീ ബുദ്ധിയുള്ള ആളാണെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ബുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഹൽ റഅയ്ത അഖല, നീ നിന്റെ ബുദ്ധിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ഹൽ ലമസ്ത, നീ നിന്റെ ബുദ്ധിയെ തൊട്ടുനോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ഹൽ സമയത്ത, ബുദ്ധിയെ നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഹൽ ശമംത, ബുദ്ധിയെ മണത്തോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ടും നീ പറയുന്നു അൻത ആഖിൽ, നീ ബുദ്ധിമാനാണ് അല്ലേ? അതെ. ആ ബുദ്ധിയെ പോലും നിന്നിലുള്ള ഒരു സവിശേഷത ഒരു നിനക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നിനക്ക് ലോകത്തിന്റെ സർവവ്യാപിയായ, ലോകത്തിന്റെ എല്ലാമായ അള്ളാഹുവിന്റെ ലോകത്തിനെ പടച്ച റബ്ബിനെ കാണണം എന്ന് പറയുന്നത് എത്രമേൽ വലിയ വിഡ്ഢിത്തമാണ്. പിന്നെ ചോദിക്കാണ്, നിങ്ങളുടെ റബ്ബ് ഏത് രൂപത്തിലാണ്? ഒരാള് അബൂ ഹനീഫ ഇമാമിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, സിഫ്ലനാ റബ്ബക സായിലത്തുൻ, നിങ്ങളുടെ റബ്ബ് ലിക്വിഡാണോ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ പോലെ ഒലിച്ച് അങ്ങനത്തെ ശരീരമാണോ? അല്ല ഇരുമ്പിനെ പോലെ കട്ടിയുള്ള ശരീരമാണോ? കല്ലിനെ പോലെ സോളിഡ് ആണോ? ലിക്വിഡ് ആണോ? അതോ ഹവ കാറ്റിനെ പോലെയാണോ നിങ്ങളുടെ റബ്ബിന്റെ ശരീരം? ചോദ്യം അബൂ ഹനീഫ ഇമാമിനോട്. ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തോട് പറയാൻ, മോനെ, നീ മരിക്കുന്ന ആളുടെ അടുക്കൽ ഇരുന്നിട്ടുണ്ടോ ചോദിച്ചു. വേറെ പറഞ്ഞു, അതേ പറഞ്ഞു. നിന്റെ അടുക്കൽ വെച്ച് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തേ മരിക്കാനുള്ള കാരണം ചോദിച്ചു. അയാളുടെ റൂഹ് നഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞു. നിന്റെ മുമ്പിലൂടെ അല്ലേ ആ റൂഹിനെ കൊണ്ടുപോയത് ചോദിച്ചു. അതെ. ആ റൂഹ് എന്താ സാധനം ചോദിച്ചു. ആ റൂഹ് ലിക്വിഡാണോ, ഖരമാണോ, ദ്രാവകമാണോ, വാതകമാണോ? നിന്റെ കൺമുമ്പിൽ നിന്ന് കൊണ്ടുപോകപ്പെടുന്ന ജീവനുള്ള ഒരു വസ്തുവിൽ നിന്ന് റൂഹ് നഷ്ടപ്പെടുന്നുണ്ട്. ആ റൂഹ് എന്താ? ആ ജീവൻ എന്ന് പറയുന്ന സംഗതി കട്ടിയുള്ള സാധനമാണോ, വെള്ളം പോലെയാണോ, വായുവിനെ പോലെയാണോ? എങ്ങനെയെന്ന് ചോദിച്ചു. പറഞ്ഞു, അറിയില്ല. റൂഹിനെ പോലും എങ്ങനെയാണെന്ന് നിർവചിക്കാൻ കഴിയുന്നെങ്കിൽ റൂഹിനെ പടച്ച റബ്ബിനെ പിന്നെ എങ്ങനെ നിർവചിക്കും എന്നാണ് അബൂ ഹനീഫ ഇമാം അദ്ദേഹത്തിന് മറുപടി കൊടുത്തത്. ലാ യുംകിനുൽ ഉസൂല ഇലൈഹാ, റൂഹിനെ പോലും കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, അബൂ ഹനീഫ ഇമാമേ, ഫീ അയ്യി മക്കാനിൻ റബ്ബുക, നിങ്ങളുടെ റബ്ബ് ഏത് സ്ഥലത്താണുള്ളത്? എവിടെയാ റബ്ബുള്ളത് എന്ന് ചോദിച്ചു. അവ പറഞ്ഞു, ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്നാൽ ആ പാലിൽ വെണ്ണ എവിടെയാണുള്ളത്? പാലിൽ നിന്നാണല്ലോ കളഞ്ഞ് വെണ്ണ ഉണ്ടാക്കുന്നത്.
ആ പാൽ എവിടെയാ വെണ്ണ? കണ്ടെത്താൻ കഴിയില്ല. പാലിന്റെ എല്ലാ അംശത്തിലും വെണ്ണയും. പാലിന്റെ അംശത്തിൽ നിന്ന് പോലും വെണ്ണയുടെ ഭാഗം കണ്ടെത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഒന്നും ഭാഗമല്ലാത്തൊരു അള്ളാനെ നമ്മൾ പിന്നെ എങ്ങനെ കാണും? പിന്നെ എങ്ങനെ എവിടെയെന്ന് പറയാം? അതുകൊണ്ട് എവിടെ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ച അവസാനത്തെ ഒരു ചോദ്യം, സ്വർഗത്തിൽ കടക്കുന്നതിന് തുടക്കമുണ്ട് എന്ന് പറയുന്നു, അവസാനമില്ല. അതിങ്ങനെ ഉണ്ടാവുക? തുടക്കമുണ്ട്, പക്ഷെ അവസാനമില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ അവസാനിക്കൂലേ? ഇത് അവസാനിക്കലില്ല. സ്വർഗം പിന്നെ സ്വർഗം, പിന്നെ സ്വർഗം, പിന്നെ സ്വർഗം, ഇതെന്താ അവസാനിക്കൂലേ? അദ്ദേഹത്തോട് ചോദിച്ചത് എണ്ണത്തിന് തുടക്കമുണ്ട്. 1, 2, 3. 1 തുടക്കാണ്, 2, 3, 4. ഇനി അതിന്റെ അവസാനം ഏതാന്ന് ചോദിച്ചു. കോടി 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 കോടി, മില്യൺ ബില്യൺ ട്രില്യൺ, കോടാനക്കോടി, കഴിയോ? ഇല്ല. എണ്ണി തീർക്ക്. അവസാനത്തെ എണ്ണം പറ, അപ്പൊ നമുക്ക് സ്വർഗം നിർത്താം. നീ അവസാനത്തെ എണ്ണം എപ്പോ പറയുന്നോ അപ്പൊ സ്വർഗം അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. അത് പറഞ്ഞ അവസാനം എണ്ണല്ല, എന്ന സ്വർഗത്തിന് അവസാനം. ബുദ്ധിപരമായ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്തിരുന്നു മുൻഗാമികളായ ആളുകൾ. പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ്, ഏറ്റവും വലിയ മനോഹരമായ തൗഹീദിന്റെ പ്രഖ്യാപനം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അല്ലാഹു തആല വിശുദ്ധമായ സൂറയെ ജീവിതത്തിൽ അനുധാവനം ചെയ്ത് അനുസരിക്കാനും പകർത്താനും അതിന്റെ പ്രകാശം ലഭിക്കുന്നവരിലും അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മണ്ണയോട് താമസിക്കുന്ന മർഹൂം മമ്മിക്കുട്ടി എന്നവരുടെ മകൻ മുസ്തഫ എന്നവർ മരണപ്പെട്ട വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കാരം 4 മണിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് മയ്യത്ത് നമസ്കാരം നടക്കും. അതിൽ കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. അല്ലാഹു തആല മറിയതിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ ദിവസവും 70 തവണ മലക്കുൽ മൗത്ത് നമ്മുടെ മുഖത്ത് നോക്കുന്ന, ഒരുപക്ഷെ ഇന്ന് ഈ വയല് പറയുന്ന എന്റെയും ഈ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ മുഖത്ത് അസ്റായീൽ നേരിട്ട് വന്ന് പോയിട്ടുണ്ടാവും. എന്നിട്ട് പറയത്രേ, എങ്ങനെയാണ് മനുഷ്യൻ ചിരിക്കുന്നത്? ഞാനവന്റെ റൂഹ് പിടിക്കുമെന്ന് അവൻ അറിഞ്ഞിട്ടും എങ്ങനെയാണ് അവനിങ്ങനെ ഉല്ലസിച്ച് നടക്കുന്നത് എന്ന് പറയുന്നത്. ആ മലക്കുൽ മൗത്ത് ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നു പോയി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ശുദ്ധമായ റമളാന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ റൂഹിനെ അല്ലാഹു ഇല്ലീയിലെ റൂഹുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരൽപ്പം ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. അല്ലാഹുവേ, ഞങ്ങളുടെ പരിശുദ്ധമായ പള്ളിയുള്ള ഇരുത്തത്തെ നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇഅ്തികാഫിന്റെ നിയ്യത്തിൽ ഞങ്ങൾ ഇത്രയും നേരം ഇരുന്നത് നീ ഇഷ്ടപ്പെടുന്ന ഇരുത്തമാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, പരിശുദ്ധമായ ഈ ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും നിങ്ങൾ ചെയ്ത സർവ്വവിധ പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇനിയുള്ള കാലം തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, വിശുദ്ധമായ ഖുർആനാണ് ഓരോ റമളാനിന്റെ പകലുകളിലും ഓരോ സൂറത്തുകൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസിനെയാണ്. ഒരാളെങ്ങാനും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറ ഇഷ്ടപ്പെട്ടാൽ ആ സൂറത്ത് അയാളെ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിക്കുമെന്ന് നിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ന് ഞങ്ങൾ പഠിച്ചു. അല്ലാഹ്, സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആ സൂറയോടുള്ള ഇഷ്ടം നീ ഞങ്ങളെ ഖൽബിൽ തരണേ അല്ലാഹ്. ആ
സൂറത്ത് സ്വർഗ്ഗത്തിലേക്ക് കൈപിടിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മരിക്കുന്നതിന്റെ മുമ്പ് റബ്ബേ 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതി തീർക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ഓതാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചോനേ, സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഓതിയിട്ട് സ്വർഗ്ഗത്തിൽ കൊട്ടാരങ്ങൾ നൽകപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 1/3. അതിൽ പ്രധാനമായത് തൗഹീദാണ്. ആ തൗഹീദിന്റെ ഈമാൻ ഞങ്ങളുടെ ഖൽബിൽ നീ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. അത് നഷ്ടപ്പെടുത്താൻ ശൈത്താൻ അവസാന രംഗം വരെ ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴും സക്കറാത്തിന്റെ സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ നിന്ന് അണുവിട മാറാതെ ഈമാനോടുകൂടെ മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട് ആരുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നവരും അല്ലാത്തവരുമായ എല്ലാ മുഅ്മിനീകൾക്കും മുഅ്മിനാത്തുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضلك صلى الله على محمد صلى الله على محمد. اللهم صل على محمد. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.